ആത്മനാ ഞാനിപ്പോൾ കൊല്ലത്ത് എത്തുന്നു. ഈ മക്കളുടെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ കർത്താവേ, ഈ മക്കളോട് സംസാരിക്കുവാൻ ഞാനിപ്പോൾ ഈ വാർത്താ വിനിമയ മാധ്യമം ഉപയോഗിക്കുന്നു. എങ്കിലും ആത്മനാ ഞാൻ ഇപ്പോൾ അവിടെയാണ്. കർത്താവേ, അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ലോകത്തിലുള്ളവരോടും പരലോകത്തിലുള്ളവരോടും വചനം പ്രഘോഷിച്ചും രക്ഷ പ്രഘോഷിച്ചും അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് രക്ഷ നൽകുന്നു. കർത്താവ്, ഇപ്പോൾ ഈ മക്കളൊന്ന് ചാരിക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഈ നിമിഷം വേഗം വരണമേ, ഇവരുടെ മനസ്സുകളെ ഉയർത്തണമേ. ദീപബലിയുടെ പ്രധാനപ്പെട്ട നിമിഷത്തിൽ ഹൃദയങ്ങൾ ഉയർത്തുവിൻ എന്ന് പറയുന്നത് പോലെ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ലോക കാര്യങ്ങൾ അല്ല, പിന്നെയോ അലൗകികമായ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ ആണ്. കർത്താവെ, അത് മനസ്സിലാക്കുവാൻ അങ്ങയുടെ വിജ്ഞാനം, അങ്ങയുടെ അറിവ് ഉണ്ടെങ്കിലേ സാധിക്കൂ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ഇവരുടെ മേൽ ഊരണമേ. ആത്മാവിൽ ഊടി ജ്ഞാനം കൊടുക്കൂ, അറിവ് കൊടുക്കൂ, ബുദ്ധി കൊടുക്കൂ. അങ്ങനെ കർത്താവെ, നല്ലതിനെ തിരിച്ചറിഞ്ഞ് കർത്താവെ, ജീവിതം അനുഗ്രഹം കൊണ്ട് പൂരിതമാക്കുവാൻ സഹായിക്കണമേ. ഈ ലോക ജീവിതം നൈമിഷികമാണ്. ഇത് കടന്നു പോകും ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ. എന്നാൽ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ ലോകത്തോട് ഞങ്ങൾ വിട പറയുമ്പോഴാണ്. ഈ സത്യം മനസ്സിലാക്കി കൊടുക്കുവാനും അപ്രകാരം പോയിരിക്കുന്നവരെ എങ്ങനെ സഹായിക്കാം എന്ന് വ്യക്തമായി ഈ മക്കളുമായി പങ്കുവെക്കുവാനും ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എന്നെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ആത്മാവെ, പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, നല്ല അമ്മേ, എൻ്റെ അമ്മേ, ഇവരോരോരുത്തരെയും ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരൂ. നിത്യജീവിതത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ കൂടുതലായി ഇവരെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ അമ്മേ. എപ്പോഴും ഈശോയുടെ ഹൃദയത്തിലേക്ക്, ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കുന്നു. ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക മനുഷ്യാവതാരവും ആരോഗ്യം സഭയിലൂടെ തുടരുന്നതും കൂടുതൽ മനസ്സിലാക്കുവാനായി അമ്മേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഹൃദയം അല്പം ഏകാഗ്രമാക്കണം. ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തണം. ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1 പറയുന്ന പോലെ നാം അവിടുത്തോടുകൂടി ഉയർത്തവരാണ് എങ്കിൽ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. ഇത് പറയുവാനാണ് സംഘാടകയായ എൻ്റെ മോളായ ശിവ എന്നോട് ആവശ്യപ്പെട്ടതും. ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഞാൻ ആദ്യമേ പറയട്ടെ, സങ്കീർത്തനം 106, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നേക്കും നിലനിൽക്കുന്ന കർത്താവിൻ്റെ കാരുണ്യമാണ് അത് ശുദ്ധീകര സ്ഥലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് ആഴമായി മനസ്സിലാക്കണം. ഇവിടെ ആദ്യമേ മനസ്സിലാക്കണം, കത്തോലിക്ക സഭയും അവർ ഓർത്തഡോക്സ് സഭയും മാത്രമേ ഇതിൽ വിശ്വസിക്കുന്നുള്ളൂ. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊന്നും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലോ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ വിശ്വസിക്കുന്നവർ അല്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഈ തരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കത്തോലിക്ക സഭയുടെ മഹത്വം. നിങ്ങൾ കഥാവ് നന്ദി പറഞ്ഞു നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ. കാരണം മറ്റ് സഭകൾ പഠിപ്പിക്കുന്നത് ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ അതിനെ മരണമെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും മരണമെന്ന വാക്ക് ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ ലോകത്തോട് വിട വാങ്ങുന്നേ ഉള്ളൂ. അതിനുശേഷം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം.
ഈ ഇടവേള ഉറങ്ങുകയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ കത്തോലിക്ക തിരുസഭയുടെ മഹത്വം കാണേണ്ടത്. മരണശേഷവും കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും നമുക്ക് വേണ്ടി നിലനിൽക്കും. ഹല്ലേലൂയ. ഈ തത്വം, ഈ കൃപ പഠിപ്പിക്കുന്നത് സഭ മാത്രമാണ്. നമുക്ക് ഇന്ന് ഞാൻ അല്പം വിമർശിച്ചുകൊണ്ട് ഇത് ആരംഭിക്കുകയാണ്. നമ്മുടെ കേരള സഭ ഏറെ പ്രൊട്ടസ്റ്റന്റ് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പല പല കാരണങ്ങൾ ഉണ്ട്. കാരണം കത്തോലിക്ക സഭയിൽ ഔദ്യോഗികമായി കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്നില്ല, ശ്രദ്ധാലുക്കളാകുന്നില്ല. പകരം പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പോയവർ തിരിച്ചു വന്നവരും ഇങ്ങേയറ്റം വിജാതിയർ ഇങ്ങോട്ട് വന്ന് ചേർന്നവരൊക്കെയാണ് ഇന്ന് പ്രശസ്തരായ വചനപ്രഘോഷകർ. അവരാരും നിത്യതയിൽ വിശ്വസിക്കുന്നവർ അല്ല. അതായത് മരണാനന്തര ജീവിതത്തെപ്പറ്റി വിശ്വസിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ നാളുകളിൽ കേൾക്കുന്നൊരു വാക്കാണ് കുരിശിൽ വെച്ച് എല്ലാം പൂർത്തീകരിച്ചു. കേൾക്കുന്ന ഒരു വചനമാണ് അത്. നിങ്ങൾ ഒരു പക്ഷെ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നതായിരിക്കാം. തെത്തലസ്ഥായി എന്ന ഗ്രീക്ക് പദം എല്ലാം പൂർത്തിയായി. എന്നാൽ ഞാൻ പറയുന്നു, ഇല്ല, പൂർത്തിയായില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ മരണത്തിൽ നമുക്കറിയാം ആ തിരശീല രണ്ടായി കീറി. പഴയ നിയമം, പഴയ ഉടമ്പടി പൂർത്തീകരിച്ചു. അതാണ് കർത്താവ് പറഞ്ഞത്, എല്ലാം പൂർത്തീകരിച്ചു. തന്നെ പിതാവ് ഏൽപ്പിച്ച എല്ലാ കൃത്യങ്ങളും, അതായത് ആദ്യം മുതൽ പ്രവചിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനിൽ പൂർത്തിയായി എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ആ ശിരശീല മാറി. നമുക്കറിയാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായി. ഇനി ഈ സന്നിധിയിലുള്ള ആ ജീവിതം തുടരുകയാണ് അവസാനം വരെ. നമ്മൾ 1 കൊരിന്ത്യർ 15:23-24 വായിക്കുന്നത് പോലെ ഔവായുടെ മക്കളും അഥവാ ആരത്തിൻ്റെ മക്കളും, അതായത് പാപം ചെയ്തവരും യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചവരും രണ്ടു കൂട്ടരും തുടരുന്നു. അവസാനം എല്ലാ അധികാരങ്ങളും തീരും. അത് പിതാവിന് യേശുവിനോടുകൂടി ആയിരിക്കുന്നവരെ സമർപ്പിക്കും. അപ്പോൾ എല്ലാം തീരും. അവിടെയാണ് അത് എല്ലാം പൂർത്തിയാകുന്നത്, അതായത് ലോകാവസാനത്തിൽ. അതുവരെ യേശുവിൻ്റെ ഈ പ്രവർത്തനം, ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സത്യങ്ങൾ ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതിൻ്റെ ഫലമായിട്ടാണ് ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്. നമുക്കറിയാം ഇങ്ങേയറ്റം കൂരാശകളോട് പോലും ബഹുമാനമില്ലാതെ പോയത്, സഭയ്ക്ക് അർത്ഥമില്ലാതെ പോയത്, ഏറെ പേർ സഭയിൽ വിടുവാനുമെല്ലാം കാരണം ഈ പ്രൊട്ടസ്റ്റന്റ് രീതികൾ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ആണ്. മാത്രമല്ല നമുക്കറിയാം അവർ പഠിപ്പിക്കാത്ത ഒന്ന്, പുണ്യവാന്മാരുടെ ഐക്യം. നമുക്കറിയാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നതാണ് പുണ്യവാന്മാരുടെ ഒരുമ്പാടും എന്ന് പറഞ്ഞാൽ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധർ എന്ന് പറയുന്നവർ പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം മാമോദിസ സ്വീകരിച്ച് കൃപാവരത്തിലായിരിക്കുന്ന ഈ ലോകത്തിൽ വസിക്കുന്നവരാണ് നമുക്കറിയാം വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്നത്. നിശ്ചയമായിട്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തെ കാണുന്നുണ്ട്, ക്രിസ്ത്യാനികളെ വിശുദ്ധർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഈ ലോകം വിട്ട ശേഷം അവർ വിശുദ്ധിയിൽ വിലയം പ്രാപിക്കുന്നു എന്ന ആ കാര്യത്തെപ്പറ്റി മിണ്ടുന്നേ ഇല്ല. നമുക്കറിയാം തിരുസഭ എന്ന് പറയുമ്പോൾ അതിന് 3 ഭാഗങ്ങൾ ഉണ്ട്. നമുക്കറിയാം മഹത്വീകരിക്കപ്പെട്ട സഭ, അതായത് മാതാവും ഔഷപിതാവും പുണ്യവാന്മാരും അതുപോലെ തന്നെ രക്തസാക്ഷികളും മാലാഹമാരും ഉൾപ്പെട്ട ആ സ്വർഗീയ സഭ. 2 സഹന സഭ, അതാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്കറിയാം പിശാചിനോടും ജഡത്തോടും ലോകത്തോടും യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മിലിറ്റന്റ് ചേർച്ച്, സമരസഭയാണ് നമ്മുടേത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രൊട്ടസ്റ്റന്റുകാർ പഠിപ്പിക്കുന്ന ഒന്നേ അല്ല. ഇത് മനസ്സിലാക്കിയിരിക്കണം ആദ്യം. അപ്പോൾ നിത്യത എന്ന് പറയുന്നതും അതുപോലെ സ്വർഗം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതും നരകമെന്ന് പറയുന്നതും അവരുടെ പഠനങ്ങളിൽ ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ദയവായിട്ട് കത്തോലിക്ക പഠനങ്ങളെ ഞങ്ങൾ അനുഗമിക്കണം. അല്ലാതെ അവരിവരും പറയുന്നത് കേട്ടുകൊണ്ട് ആ ശുദ്ധിയാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല.
അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മരണശേഷം കരുണ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഒരു കാര്യം ആദ്യമേ ഊന്നി പറയട്ടെ. നമ്മൾ മരിക്കുന്നില്ല. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25, 26. അതായത് മാർത്തായോട്, അതായത് ലാസറിനെ ഉയർപ്പിക്കാൻ ചെന്ന കർത്താവിനോട് പരിഭവിച്ചുകൊണ്ട് മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നുവെന്ന്. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? ഇത് നിന്നോടും എന്നോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യ മക്കളെ. ഇത് നീ വിശ്വസിക്കുന്നുവോ? അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്ന ഒരാൾ മരിക്കുന്നില്ല. ക്രിസ്ത്യാനിയുടെ മരണം ഒരിക്കൽ മാത്രം, അത് പാപം ചെയ്യുമ്പോൾ. പാപം ചെയ്യുന്നവൻ മൃതനാണ് നിശ്ചയമായിട്ടും. കർത്താവും ദൈവവുമായുള്ള ജീവനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇല്ല എങ്കിൽ നമ്മൾ ജീവിതം തുടരുന്നു. ഇത് തന്നെയാണല്ലോ വിശുദ്ധ കുർബാനയെ പറ്റിയും നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ എന്നേക്കും ജീവിക്കും. അപ്പോൾ ഇത് പ്രിയ കത്തോലിക്കരെ ആഴമായിട്ട് മനസ്സിലാക്കൂ. നമ്മൾ നാട് നീങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് പണ്ടൊക്കെ രാജാക്കന്മാർ മരിക്കുമ്പോൾ നാട് നീങ്ങി എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മൾ ഈ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോവുകയാണ്, നാട് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് മരിച്ചു എന്ന വാക്കേ നമുക്ക് പറ്റില്ല പറയാൻ. ഒരാൾ ഈ ലോകത്തോട് വിട വാങ്ങുന്നതേ ഉള്ളൂ. ഇനിയും അവൻ മൂലം ജീവിക്കുന്ന നമുക്ക് നിശ്ചയമായിട്ടൊരു ജീവിതത്തിൻ്റെ തുടർച്ചയുണ്ട്. അതിൻ്റെ അവസാനമാണ് നമുക്കറിയാം, കാഹളനാദം മുഴങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേർപെട്ട ശരീരം നമ്മോടുകൂടി ഒന്നായി തീർന്ന് നമുക്ക് ഉയർപ്പുണ്ടാകുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, ആഴമായിട്ട് ഒന്ന് ചിന്തിച്ച് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ്. ദൈവത്തിൻ്റെ കരുണ നിസീമമാണ്, നമുക്ക് വർണ്ണിക്കാനാവതല്ല. അത് എന്നേക്കും എപ്പോഴും ആർക്കും വേണ്ടി നിലനിൽക്കുന്നത് ആണ്. ഇനിയും ഞാൻ ഈ പറയുന്ന വിഷയം ഒരു പക്ഷേ ഇന്നത്തെ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുഭിക്ഷിതരുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാരും പറയില്ല. അവരെല്ലാം പറയുന്നത് കർത്താവ് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നു, എന്നിട്ട് ദരിദ്രനായി നമ്മളെ സമ്പന്നരാക്കാൻ. അങ്ങനെ എല്ലാവരും ഇപ്പം സമ്പത്തിന് വേണ്ടിയിട്ടാണ് അത് വിളിച്ച് പ്രഘോഷിക്കുന്നത്. ഞാൻ പറയാതെ അറിയാം, നിങ്ങളെല്ലാം വീഡിയോകളിൽ കാണുന്നതാണ്. അതെല്ലാം ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് വിമർശനാത്മകമായ ഒരു വിഷയം തന്നെ ആണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാര്യം, യഥാർത്ഥ വചനപ്രഘോഷണം ഇന്ന് കത്തോലിക്ക സഭയിൽ ദുർലഭമാണ്. എന്ന് പറഞ്ഞാൽ പാപം, മാനസാന്തരം, പൊതുജീവിതം, പരിശുദ്ധാത്മാവുള്ള ജീവിതം, അതുപോലെ കർത്താവിൻ്റെ വിധി, അല്ലെങ്കിൽ നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, ഇതൊന്നും ഇന്നത്തെ പഠനങ്ങളിൽ ഇല്ല. പിന്നെയോ 2 വാക്ക് വിശ്വസിക്കുക, എല്ലാം കിട്ടും. ഇത് പ്രൊട്ടസ്റ്റന്റ് പഠനമാണ്. എല്ലാം അവനിൽ പൂർത്തീകരിച്ചാൽ, അതെ, എല്ലാം വിശ്വസിച്ചാൽ മതി, അവനിൽ എല്ലാം കിട്ടും. എല്ലാം ഈ ഭൗമിക കാര്യങ്ങളിൽ മാത്രം മനസ്സ് വച്ചിരിക്കുന്നവർ. 1 കൊരിന്ത്യർ അധ്യായം 15, 29 പറയുന്ന പോലെ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നതെങ്കിൽ മറ്റാരേക്കാൾ പരിതാപകരമാണ് നമ്മുടെ സ്ഥിതി എന്ന്. ഹല്ലേലൂയ. ഇന്നതാണ് എല്ലാം ഈ ലോകത്തിൽ സ്വന്തമുണ്ടാക്കണം, ഈ ലോകത്തെ കാര്യങ്ങൾ നടക്കണം. എന്നാൽ പരലോകത്തെ പറ്റി അല്പം പോലും ചിന്തിക്കാൻ സമയമില്ല, പ്രസംഗിക്കാറും ഇല്ല. എല്ലാം ഇവിടെ. അതെ, അങ്ങനെ ഈ ലോകത്തിൽ എങ്ങനെ സുഭിക്ഷമായിട്ട് ജീവിക്കാം, അതിനു വേണ്ടിയിട്ട് വചനം വളച്ചൊടിച്ചും അവിടുന്ന് പറക്കിയെടുത്തും അത് പ്രസംഗിച്ച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു. ഞാൻ പ്രത്യേകം ആരെയും കുറ്റപ്പെടുത്തി അല്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ സഭയിലെ അവസ്ഥ ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അതുകൊണ്ടാണ് അത് നിശ്ചയമായിട്ടും ഷീബ എന്നോട് ചോദിക്കാനിടയായത്, അച്ഛാ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ, ഗുണമുണ്ടാകുമോ, അച്ഛൻ ഒന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഈ ചോദ്യം തന്നെ അത് അപ്രസക്തം ആണ് എങ്കിൽ അത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ട നമ്മുടെ ജീവിതം അത് തുടരുന്നു. പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്.
ഫിലിപ്പിയർ അധ്യായം 3:20 നിങ്ങൾക്കെല്ലാം അത് മനഃപ്പാഠം അറിയാം. ഇനിയും എന്താണ് നിത്യജീവൻ അഥവാ സ്വർഗം? നമ്മൾ വായിക്കുന്നുണ്ട് 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12. നിത്യജീവൻ അവിടുത്തെ പുത്രനിൽ ആണ്, യേശുവിലാണ്. യേശുവിനെ, പുത്രനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് പ്രാർത്ഥനയിലൂടെ, കൂരാശയിലൂടെ, പരിത്യാഗ പ്രവൃത്തിയിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ് യേശുവിനെ സ്വന്തമാക്കുവാൻ, യേശുവിനെ നമ്മളിൽ പ്രത്യക്ഷീകരിക്കുവാനായിട്ട്. നമുക്കറിയാം, സഹനത്തെപ്പറ്റി 2 കൊറിന്തോസ് അധ്യായം 4-10 മുതൽ വചനങ്ങളിൽ പറയുമ്പോൾ പൗലോസ് പറയുന്ന പോലെ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഓരോ സഹനങ്ങളിൽ, ഈ ലോക ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, സഹനങ്ങൾ എണ്ണി പറഞ്ഞ ശേഷമാണ്. നിങ്ങൾക്ക് ആ അധ്യായം 4 വായിക്കുമ്പോൾ മനസ്സിലാകും. കർത്താവ് തന്ന നിധി എന്ന് പറഞ്ഞാൽ രക്ഷയുടെ നിധി മൺപാത്രങ്ങളിൽ കിട്ടിയിരിക്കുന്നു. തകർക്കുന്ന ശ്രമിക്കുന്നു, ഇടിച്ചു നകത്താൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ ആധ്യാത്മിക സമരം പറഞ്ഞിട്ട് പറയുകയാണ്, അത് യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ യേശു എന്നിൽ പ്രകടമാകുവാൻ ഞാൻ മരണിക്കുന്നു എന്ന്, ഈ ലോകത്തോട് മരിക്കുന്നു. പാപത്തോട് മാത്രമല്ല, ഈ ലോകത്തോട് മരിക്കുന്നു. അതാണ് മരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോൺസക്രേഷൻ, കർത്താവുമായ പരിശുദ്ധനുമായവനായി ഐക്യപ്പെടുക. ഈ ഐക്യത്തിൽ കർത്താവ് എന്നിൽ പ്രത്യക്ഷൻ ആകണം. അപ്പോൾ ഇതിനു വേണ്ട ഭഗീരഥ പ്രയത്നം നടത്തുന്ന പൗലോസ്ലീഹ തൻ്റെ സഹനങ്ങളെ എണ്ണി പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 11-ാം അധ്യായം എടുത്തെടുത്ത് പറഞ്ഞ ശേഷം പറയുന്നതും, അതായത് എപ്പോഴും എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അത് ഫിലിപ്പിയർ 1:20 നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം, വ്യഭിചാരികളുമായി പങ്കുകൂടരുത് എന്നൊക്കെ പറയുന്ന 1 കൊറിന്തോസ് അധ്യായം 6:20 നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ആവർത്തിക്കുകയല്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം, നമുക്ക് ഇവിടെ ഒരു ജീവിതം, അഭൗമികമായ ഒരു ജീവിതം യേശുവിനോടുകൂടി ഉണ്ട്. ഇതാണ് നമുക്ക് മാമോദീസായിൽ ലഭിച്ചത്, സ്നാനത്തിൽ ലഭിച്ചത്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഞാൻ അല്പം കൂടെ നിങ്ങളെ ആഴത്തിലേക്ക് ചിന്തിപ്പിക്കുകയാണ്. നാം കാണുന്നുണ്ട് യോഹന്നാൻ 3-ാം അധ്യായം നിക്കോദേമോസുമായുള്ള കർത്താവിൻ്റെ സംസാരം. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, അതും സത്യമിട്ടോണ്ടാണ് പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം. അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, ഞാൻ ഇനി അമ്മയുടെ വയറ്റിൽ പോയിട്ട് അമ്മ എന്നെ വീണ്ടും പ്രസവിക്കുമോ എന്ന് പറഞ്ഞാൽ അവന് അറിയാമായിരുന്നു ഈ ലോകത്തിലെ പ്രസവത്തെപ്പറ്റിയും ജനനത്തെപ്പറ്റിയും ആധ്യാത്മിക ജനനത്തെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പോൾ യേശു കൃത്യമായി പറഞ്ഞു, അതെ, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്കറിയാം, ജ്ഞാനസ്ഥാനത്തിൽ ഒരു ജനനം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ പറയും ആധ്യാത്മിക ജനനം എന്ന്. ഇനിയും എന്തുകൊണ്ടാണ് നിക്കോദേമോസ് പറയാനിടയായത്, അമ്മയുടെ വയറ്റിൽ പോയിട്ട് വീണ്ടും അമ്മ എന്നെ പ്രസവിക്കുമോ? അപ്പോൾ അത് യേശു പറഞ്ഞ അർത്ഥം എന്താണ്? ജ്ഞാനസ്ഥാനത്തിൽ നമുക്ക് ഒരു ആധ്യാത്മിക ശരീരം ലഭ്യമാകുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് 15-ാം അധ്യായം 44 വചനം. ഒരു ശാരീരിക, ഒരു ലൗകിക ശരീരം നമുക്കുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഫിസിക്കൽ ബോഡി, വി ഹാവ് എ സ്പിരിച്വൽ ബോഡി ടു. നമുക്ക് ഒരു ആത്മീയ ശരീരവും ഉണ്ട്. ആ ഭൗമിക ശരീരമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് അഭൗമികമാണ്. കണ്ണുകൊണ്ട് കാണത്തില്ല, ചെവി കൊണ്ട് കേൾക്കത്തില്ല, കൈകൊണ്ട് തൊടത്തില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാണ് ആത്മീയ ജീവിതം. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ആ ജീവിതമാണല്ലോ അത് പുണ്യജീവിതം, വിശുദ്ധ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ കർത്താവ് ഇങ്ങനെ ആത്മീയമായ ഒരു ശരീരം തന്നിട്ടുണ്ട്. ഈ ശരീരമാണ് അത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഗുരാശകളിൽ പങ്കുകൊള്ളുമ്പോഴും എല്ലാം വളരേണ്ടത് ഈ ആധ്യാത്മിക മനുഷ്യൻ ആണ്, ഈ ആധ്യാത്മിക ശരീരമാണ്. ഇനിയും
നമ്മൾ ഈ ശരീരം നമ്മുടെ ഭൗമിക ശരീരത്തിന് വേർപെടുന്നു. അതിനെയാണ് ലോകത്തിൽ മരണമെന്ന് പറയുന്നു. ഞാൻ പറയുന്നു നാട് നീങ്ങുന്നു എന്ന്. നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഫിസിക്കൽ ശരീരം, ആ ഭൗമിക ശരീരം നമുക്കറിയാം വേർപെടുത്തപ്പെട്ട് സിമിത്തേരിയിലേക്ക് പോകും. അത് അവസാന നാളിൽ കാഹളനാദം ഊരുമ്പോൾ നമ്മോടുകൂടി ഒന്നായി തീർന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇനിയും നമ്മൾ കണിശമായിട്ടും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ആ ഭൗമിക ശരീരത്തിൽ നിന്നും. നാം എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ, അല്ലെങ്കിൽ നാം എന്ന വ്യക്തി. ആ വ്യക്തിക്ക് ഒരു ആത്മീയ ശരീരം ഉണ്ട്. നമുക്കറിയാമല്ലോ, ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ മഗ്ദലന മറിയം തൊടാൻ വന്നപ്പോൾ തൊടരുത്, ഞാൻ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ പറ്റി ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ആ ഒരു പക്ഷേ ഈ അഭൗമിക സ്പിരിച്വൽ ശരീരവുമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷമാണ് ആ പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം ഘോഷിച്ചത്. അതും വിശ്വാസ പ്രമാണമാണ്. അതിനുശേഷം 3-ാം ദിവസമാണ് തൻ്റെ പഴയ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നാമും ഒരു ആത്മീയ ശരീരത്തോടുകൂടി ആണ് ഭൗതിക ശരീരത്തിൽ നിന്നും വേർപെടുത്തപ്പെടുന്നത്. നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വേർപെടുത്തൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ മനുഷ്യൻ, എൻ്റെ ആത്മീയ ശരീരം ഈ ശരീരത്തെ കൊണ്ടുനടക്കുകയായിരുന്നു. അത് വേർപെടുത്തപ്പെട്ടു. അതാണ് മരണം എന്ന് പറഞ്ഞാൽ കൈക്കോ കാലിനോ കണ്ണിനോ അനക്കമില്ല. ഇതെല്ലാം കൊടുത്തത്, ഇതിൻ്റെ എല്ലാം ഓജസ്, തേജസ്, ശക്തി എൻ്റെ ആന്തരിക മനുഷ്യനിൽ നിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ മനുഷ്യനിൽ നിന്നുമാണ് ഉൾക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ നോക്കിക്കൊണ്ട് ശവമെന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ജെയിംസിൻ്റെ ശവം. എന്നാൽ ജെയിംസോ പോയി മുകളിലേക്ക്. ഇനിയും ഈ ആത്മാവ് പോയി എന്നാണ് നമ്മൾ പറയുന്ന ഭാഷ. ഇനി ആത്മാവിന് അതിൽ തന്നെ ഒരു എക്സിസ്റ്റൻസ്, ഒരു ജീവിക്കാൻ പറ്റത്തില്ല. ആത്മാവ് എപ്പോഴും ശരീരത്തിലായിരിക്കണം. അപ്പോൾ ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് നിലകൊള്ളാൻ സാധിക്കൂ. ഇതാണ് ആത്മീയ ശരീരം. ഈ ആത്മീയ ശരീരവുമായി വേർപെടുത്തപ്പെട്ട ആ മനുഷ്യൻ വിധിക്കായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ആ ശരീരത്തെ ഞാൻ പറയും, നമുക്ക് അറിയാൻ പാടില്ല എങ്കിൽ ഈ നാടുകളിൽ ഒത്തിരി ആളുകൾ മരിച്ചു പോയ ശേഷം എന്ന് പറഞ്ഞാൽ ഈ ലോകവാസം വെടിഞ്ഞു വന്ന് ക്ലിനിക്കലായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാർ വിധി പ്രസ്താവിച്ച ശേഷം തിരിച്ചു വന്നവർ ഞാൻ ഏകദേശം 1232 പേരുമായിട്ട് അപ്രകാരം ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ശരീരത്തിലായിരിക്കും ഒരു ഈശ്വസഭക്കാരൻ വൈദികൻ റോബർട്ട് സ്പിറ്റ്സർ എന്നയാൾ ഇതേ സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം തിരിച്ചു വന്ന 2000-ലധികം ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരിക്കലും മനുഷ്യൻ മരിക്കുന്നില്ല. പിന്നെയോ അവൻ്റെ ആധ്യാത്മിക ശരീരം, ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് ട്രാൻസ് ഫിസിക്കൽ ബോഡി, സൗളിഷ് ബോഡി, ആത്മീയ ശരീരം, അതായത് ശരീരത്തിൻ്റെ മുകളിലായി ഉള്ള ഉപരിയായിട്ടുള്ള അശരീരികമായ ശരീരം എന്നിവിടെ പറയാം, ട്രാൻസ് ഫിസിക്കൽ ബോഡി. ഇനിയും നമുക്കറിയാം, എൻ്റെ അനുഭവം നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ വായിച്ചു കാണും. ഇല്ലായെങ്കിൽ നിങ്ങൾ വായിക്കണം. നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന പുസ്തകവും ശുദ്ധീരാത്മാക്കളുടെ കൂടെ എന്ന പുസ്തകവും നിങ്ങൾ വായിച്ചാൽ മതിയാവും. എങ്കിൽ നിങ്ങൾ ഏറെ കൂടുതൽ മനസ്സിലാക്കും. എല്ലാം 1 മണിക്കൂർ കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ ആവതല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ആത്മീയ ശരീരം കർത്താവിനടുക്കലേക്ക് പോകുന്നു. നമുക്കറിയാമല്ലോ, ശരീരവുമായിട്ട് ഭൗമിക ശരീരവുമായിട്ട് സ്വർഗത്തിൽ പോയ 2 പേരേ ഉള്ളൂ. ഈശോയുമാരാവും. നമ്മുടെ വിശ്വാസം അതാണ്. മറ്റവരെല്ലാം അവസാന നാളിലെ ഉയർത്തെഴുന്നേൽക്കും. ഔസേപ്പിതാവായാലും അന്തോനീശുമായാലും ആരായാലും അതുവരെ അവർ എവിടെ? സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ ശരീരത്തോടു കൂടിയാണ്, ആത്മീയ ശരീരത്തോടു കൂടി. ഈ സത്യം പ്രിയമുള്ളവർ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതായത് നമുക്ക് അത് വായിച്ചാലും എൻ്റെ അനുഭവത്തിൽ നിന്നും അറിയാം. ഞാൻ ശരീരത്തിൽ വേർപെട്ടു. എൻ്റെ ശവം കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് എൻ്റെ കൂടെയുള്ളവരോട് ഡോക്ടേഴ്സ് വിളിച്ചു പറഞ്ഞു ഏത് വിമാനത്തിൽ വേണം എൻ്റെ ശരീരം വിടാൻ എന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ സുഖമായിട്ട് ശ്വാസം വലിച്ചു കിടക്കുന്നു. സംഭവിച്ചത് യൂറോപ്പിലാണല്ലോ.
ഞാൻ ഈ കറുത്ത മനുഷ്യനായതുകൊണ്ടും അതുപോലെ വയസ്സായതുകൊണ്ടും എനിക്ക് ഇൻഷുറൻസ് ഇല്ലാഞ്ഞതുകൊണ്ടും എൻ്റെ കാര്യത്തിൽ ഒത്തിരി അവഗണന പറഞ്ഞു. രാത്രിയിൽ എൻ്റെ ഘടിപ്പിച്ചിരുന്ന ആ വെന്റിലേറ്റർ വിട്ടുപോയി. അലാം അടിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എന്നോട് നേരത്തെ പറഞ്ഞു അലാം അടിക്കുമ്പോൾ ആളുകൾ വന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റോടുകൂടി ഞാൻ മരിക്കുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, മരണം വരുന്നത്. ആരും വരുന്നില്ല. തുടരെ അലാം അടിക്കുന്നുണ്ട്. ഒരു നേഴ്സ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ അസ്തപ്പാട് കൂട്ടി മരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി, കർത്താവ് ഇങ്ങനെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ കഴുകണമേ എന്നൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സന്നിധിയിൽ വരാൻ കടപ്പാടുകളെല്ലാം കർത്താവ് വീട്ടണമേ. എൻ്റെ സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കണമേ. എൻ്റെ വചനപ്രഘോഷം കണക്കെടുത്തുകൊണ്ട് എന്നെ രക്ഷിക്കണമേ. എൻ്റെ മനസ്സിൽ വരാമെന്നില്ല ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അബോധാവസ്ഥയിൽ ആയി. അപ്പോൾ ഞാൻ ഉയർത്തപ്പെട്ടു. ഒരു കുഴലിലൂടെ പോകുന്നു. ഈ അമരണാനന്തര അനുഭവം ഉണ്ടായവരുടെ എല്ലാം അനുഭവം അതാണ്. ഒരു കുഴലിലൂടെ അല്ലെങ്കിൽ ഒരു മൈതാനത്തിലൂടെ ശൂന്യാവസ്ഥയിലൂടെ നീങ്ങുന്നത്. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന എൻ്റെ ശരീരമാണ്, കട്ടിലെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്നെപ്പറ്റി അറിയുമ്പോൾ എൻ്റെ സഭയിലുള്ളവർ MSFSകാർ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വേദനിക്കും. അതിൽ കൂടുതലായിട്ട് എന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ഗാബി, റിച്ചി, ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ അവരെന്ത് വേദനിക്കും ദൈവമേ. എനിക്ക് ചിന്താശക്തി ഉണ്ടായിരുന്നു, എനിക്ക് ബോധാവസ്ഥയായിരുന്നു. ഞാൻ അബോധാവസ്ഥയാണ് എൻ്റെ ശരീരത്തിനുണ്ടായതെങ്കിലും ഞാൻ ബോധമുള്ളവൻ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഞാൻ യേശുവിൻ്റെ ക്രൂശിതനെ കാണുന്നത്. ആ ക്രൂശിതന് മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ നിരാകരിക്കാമായിരുന്നു യേശുവിനെ, അല്ലെങ്കിൽ അംഗീകരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു തീരുമാനിക്കാൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് പോയിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചാൽ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ സാധിക്കും. അവർ തിരിച്ചു വന്ന് പറഞ്ഞത് അവരെല്ലാവരും കണ്ടത് ക്രൂശിതനായ കർത്താവിനെയാണ്. അവർ പലരും കേട്ടു സ്വരം, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയത്, നീ എന്നെ കർത്താവായി സ്വീകരിക്കുമെന്ന് ചോദിക്കുന്ന കേട്ട ധാരാളം പേർ. എന്നോട് അത് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാൻ കർത്താവെ അവനെ സ്വീകരിക്കുന്നവനായിരുന്നത് കൊണ്ട്. പ്രിയമുള്ള, അവിടെ വെച്ച് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്ന വ്യക്തികളുടെ എണ്ണമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ കണ്ടുമുട്ടിയവർ. പ്രിയമുള്ളവരെ, കഴിച്ചു മാറ്റും ഈ എക്സ്റ്റസി പൗലോസിനുണ്ടായി. ഡെമാസ്കസിലേക്ക് പോകുമ്പം താഴേക്ക് വീണു, ഒരു മിന്നൊളി പറിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം അവസ്ഥയിലേക്ക്, അബോധാവസ്ഥയിലായിരുന്നു അവൻ. കണ്ണ് തുറന്നിരുന്നെങ്കിലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ്റെ ആന്തരിക മനുഷ്യൻ, ആന്തരിക ശരീരമാണ് കർത്താവിനെ കണ്ടുമുട്ടിരും. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ ഇന്നത്തെ അസ്തിത്വം, യേശു ഉയർത്തെഴുന്നേറ്റു. മനുഷ്യനായിട്ട് തന്നെയാണ് ഇന്ന് സ്വർഗത്തിലും ഉള്ളത്. യേശുവിന് 2 സ്വഭാവമുണ്ടായിരുന്നു, ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും. തൻ്റെ ദൈവിക സ്വഭാവം മറച്ചു വെച്ചുകൊണ്ട് ആത്മീയ സ്വഭാവം തന്നിൽ ഉണ്ടായിരുന്നു എപ്പോഴും. ആത്മീയ ശരീരം മറച്ചു വെച്ചുകൊണ്ട്, ആത്മീയ നേച്ചർ, പ്രകൃതി മറച്ചു വെച്ചുകൊണ്ട്, ദൈവവുമായ സമാനത മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യനായിട്ട് കാണപ്പെട്ടു. അപ്പോൾ 2 സ്വഭാവം ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയുടെ പഠനവുമാണ്, ഒരു വ്യക്തിയെങ്കിലും 2 സ്വഭാവം, 2 നേച്ചർ. നമുക്കും അതുപോലെ. ഞാൻ ഒരു വ്യക്തിയാണ്, ഞാൻ ജെയിംസാണ്. എനിക്കും 2 വ്യക്തിത്വമുണ്ട്. ഒരു ഭൗമിക വ്യക്തിത്വം, എൻ്റെ അപ്പനും അമ്മയിൽ നിന്നും അവരുടെ രക്തത്തിലൂടെ ഉണ്ടായ എൻ്റെ ഭൗമിക ശരീരം, എൻ്റെ ഭൗമിക ശരീരത്തിൻ്റെ ജീവിതം, അതെല്ലാം എനിക്ക് ഉണ്ട്. ഇനി വേറൊന്ന്, ഞാൻ സ്നാനം സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചപ്പോൾ എനിക്കൊരു ആത്മീയ ശരീരം നൽകപ്പെട്ടു. എനിക്കൊരു ആത്മീയ നേച്ചർ, പ്രകൃതി വന്നു, ആധ്യാത്മികമായ ഒരു പ്രകൃതി. ഇത് 2 എന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിന് വേർപെടുമ്പോൾ തമ്പുരാൻ മുമ്പിലേക്ക് വിധിക്കായിട്ട് പോകുന്നു. അവിടെ ഞാൻ എന്നെ തന്നെ കാണുകയാണ്, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും. പ്രിയമുള്ളവരൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാം. ഇനിയും എന്നോട് ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: നാം ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഫലമുണ്ടാകുമോ? മരണം മൂലം വേർപെട്ടവരെ രക്ഷിക്കാൻ കഴിയുമോ? ഞാൻ ചില ബൈബിൾ ഭാഗങ്ങൾ നിങ്ങളോട് ഉദ്ധരിക്കുന്നു. കാരണം മരണാനന്തര ജീവിതത്തെപ്പറ്റി പറഞ്ഞു പോയാൽ സമയം നീണ്ടിപ്പോകും. ഞാൻ മത്തായി എഴുതിയ സുവിശേഷം
17-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാം ഈശോ മരിച്ച യേശു കുരിശിൽ മരിക്കുന്ന സംഭവം വിവരിക്കുന്ന അധ്യായം ആണ് നമ്മൾ 27 വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27. അതിൽ ഞാൻ 45 മുതൽ വചനങ്ങൾ വായിക്കുകയാണ്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി സബക്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നോട് നീ എന്നെ ഉപേക്ഷിച്ചു. അതിനുശേഷം നമുക്കറിയാം വിനാഗിരി മുക്കി അവൻ്റെ വായിൽ കൊടുത്തതും എല്ലാം അറിയാം. അതിനുശേഷം ഞാൻ വായിക്കുകയാണ് 51 മുതൽ വചനങ്ങൾ. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച പലർക്കും പ്രത്യക്ഷരായി. ഇത് ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ബലി അർപ്പിച്ച സമയത്ത് ആ ബലിയുടെ ഫലം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല അവിടെ ഉണ്ടായി. നമുക്കറിയാം, ശരാധിപൻ 100 പേരോടൊപ്പം ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞ് മാനസാന്തരമുണ്ടായി. എന്നാൽ മരണം മൂലം വേർപെട്ടവർക്കും അനുഭവം കിട്ടുന്നു, ദിവ്യബലി. അതാണ് നമുക്കറിയാം, കുരിശിലെ ബലിയാണ് ദിവ്യബലി. 1 കൊറിന്തോസ് 11:26. നമ്മൾ ബലി അർപ്പിക്കുമ്പോഴെല്ലാം അവിടുത്തെ മരണം നമ്മൾ കൊണ്ടാടുന്നു. അപ്പോൾ ആ മരണത്തിൻ്റെ കൊണ്ടാടൽ ഇന്ന് ദിവ്യബലിയാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്ക് പറയും, ദിവ്യബലിക്ക് കല്ലറകൾ തുറന്ന് മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ മരണാനന്തര ജീവിതത്തെപ്പറ്റി അവർക്ക് എന്തെങ്കിലും ചെയ്താൽ ഗുണമുണ്ടാകുമോ? ബലി അർപ്പിച്ചാൽ ഗുണമുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് ഇത്. ഹല്ലേലൂയ. കല്ലറ പിളർക്കാൻ ദിവ്യബലിക്ക് സാധിക്കും. വിശ്വാസം വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പണ്ടേ മുതലേ ഗ്രിഗോറിയൻ കുർബാന, ഒറ്റ കുർബാന ഒക്കെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുന്നു. ആ കുർബാനയ്ക്ക് വലിയ ശക്തിയാണ്. ഞാൻ അതേപ്പറ്റി ഏറെ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് വിശുദ്ധ കുർബാനയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയും മറ്റൊന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്ന അതായത് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നതിനെ പറ്റി കർത്താവ് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 6:19. ഞാനത് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാണ്, അതായത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്ന ഈ ലോകത്തിൽ സ്വത്ത് സമ്പാദിക്കാതെ, കീടങ്ങൾ നശിപ്പിക്കാതെ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിനർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ സക്രിയകൾ ചെയ്യുക. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാം. എന്തിന്? നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലഭ്യമാകാൻ. ഇനിയും ഒരു ചോദ്യം വരികയാണ്. യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന എന്താണ്? പരസ്പരം സ്നേഹിക്കുക. കാരണം ദൈവം സ്നേഹമാണ്. ഇനി മരണശേഷം, അതായത് ഈ ലോകവാസം വെടിഞ്ഞ ശേഷം നിലനിൽക്കുന്ന ഒരു വലിയ കൃപ എന്താണ്? സ്നേഹിക്കാൻ ഉള്ള കൃപ. ദൈവത്തെ സ്നേഹിക്കാൻ മാത്രമല്ല, പരസ്പരം സ്നേഹിക്കുവാനും. സ്നേഹമെന്നാൽ ഒരു നാണയമാണ്. ദൈവസ്നേഹവും പരസ്നേഹവും ഇരുവശത്തും. ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ പരസ്നേഹമില്ല, പരസ്നേഹമില്ലെങ്കിൽ ദൈവസ്നേഹവുമില്ല. ഇത് കർത്താവിൻ്റെ ആഴമായ പഠനമാണ്. ഇതാണ് ക്രൈസ്തവ പഠനം തന്നെ. അപ്പോൾ ഈ വലിയ പ്രമാണം, ഇതല്ലെങ്കിൽ പ്രമാണങ്ങൾ, 2 പ്രമാണം നമ്മൾ 13-ാം അധ്യായം 1 കൊറിന്തോസ് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിൻ്റെ സ്നേഹഗീത. എല്ലാം പ്രവചനപരം പോകും, ഭാഷാപരം പോകും, എല്ലാം പോകും. അവസാനം നിൽക്കുന്നത് സ്നേഹം മാത്രം. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 13-ാം അധ്യായം
എല്ലാ വരദാനങ്ങളെപ്പറ്റിയും അതിന് മുമ്പിലത്തെ അധ്യായത്തിൽ പറഞ്ഞ ശേഷമാണ് സ്നേഹവരത്തെപ്പറ്റി പറയുന്നത്. ഇനി നമുക്ക് അറിയാം, കർത്താവ് നൽകുന്ന യാതൊന്നും പിൻവലിക്കപ്പെടുന്നില്ല. അവിടുത്തെ വിളിയും അവിടുത്തെ ദാനവും ഒരിക്കലും കർത്താവ് അത് പിൻവലിക്കുന്നില്ല എന്ന് നമ്മൾ റോമാക്കാർക്ക് ലേഖനം 9:11 വായിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിക്കാനുള്ള ആ കൃപ ഞാൻ മരിച്ചാലും നിലനിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പല പ്രസംഗത്തിലും പറയുന്നത്, നമുക്ക് പഴയ നിയമത്തിൽ തന്നെ കാണാൻ സാധിക്കും. എന്താണ്? അതായത് മരിച്ചവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പൂർവികരോട് ചേർന്നുവെന്ന്. അപ്പോൾ പൂർവികർ അവിടെ ജീവിക്കുന്നുണ്ട്, അവരോട് ചെന്ന് ചേരുകയാണ്. എൻ്റെ അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട് ചേരുകയാണ്. അപ്പോൾ അവിടെ ആ ശരീരം എന്താണ്? ഇതാണ് അഭൗമിക ശരീരം, ആത്മീയ ശരീരം. ഇത് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇനി അഥവാ ശുദ്ധീകരിച്ചെങ്കിൽ ആ ശരീരത്തോട് സഹിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ദിവസേന എന്ന പോലെ ഞാൻ ഈ ആധ്യാത്മിക ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അതായത് ഞാൻ ഉറങ്ങുന്ന സമയം നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ കൂടെയുള്ളവർക്ക് അറിയത്തുള്ളൂ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയാൽ വലിയ ഉറക്കമാണ് എനിക്ക്. ഒത്തിരി ഉറങ്ങിയല്ലോ എന്ന് എൻ്റെ കൂടെയുള്ളവർ പറയും. 2 മണിക്കൂർ ഉറങ്ങിയാൽ, അരമണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് മതി. എന്നാൽ എനിക്ക് വിശ്രമമുണ്ട്. എന്താണ്? കർത്താവിനോട് കൂടെ. ഞാൻ ഈ വേദന കൊണ്ട്, പ്രത്യേകിച്ചും അറിയാം, ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ പ്രഘോഷണം. അതേപ്പറ്റിയൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് രാത്രി വന്ന് കിടക്കുമ്പം കാലും കൈയും കോച്ചും. മാത്രമല്ല ന്യൂറോപ്പതിക് പെയിൻ, നാഡിയുടെ വേദന, ആ മാംസം പറഞ്ഞു പോകുന്ന വേദന, സൂചി കൊണ്ട് കുത്തുന്ന വേദന. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാനിതെല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കും. ആത്മാക്കൾക്കായിട്ട്, ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മാനസാന്തരത്തിനും മരണം മൂലം വേർപെട്ടവരുടെ മാനസാന്തരത്തിനും വേണ്ടി. എന്നിട്ട് അവർ കഴുകി ശുദ്ധമാക്കിയപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ കാഴ്ചവെക്കും. അതാണ് ഞാൻ ചെയ്യുന്ന ത്യാഗം. യേശുവിൻ്റെ സഹനത്തോട് പങ്കുവെക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആത്മാക്കൾ എൻ്റെ അടുക്കൽ വരും. ചിലപ്പോൾ എൻ്റെ കാവൽ മാലാഹ അല്ലെങ്കിൽ മാതാവ് തന്നെ എൻ്റെ കരങ്ങൾക്ക് പിടിച്ചെന്നെ കൊണ്ടുപോകും അവർ വസിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഏത് പണ്ഡിതന്മാരോ മാർപ്പാപ്പായോ പറഞ്ഞാലും ശുദ്ധീകര സ്ഥലമാണ്. സ്വർഗം ഒരു സ്ഥലമാണ്, നരകവും സ്ഥലമാണ്. അത് ബൈബിളിൽ വ്യക്തം. ഞാനതിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ പുസ്തകങ്ങൾ വായിക്കും. ഇന്ന് പലരും പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങൾ ഇന്ന് മെത്രാന്മാരെ വരെ ബാധിച്ചിട്ടുണ്ട്, അച്ഛന്മാരെയും ബാധിച്ചിട്ടുണ്ട്. അത് മാർപ്പാപ്പ വരെ ബാധിച്ചു എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. അതുകൊണ്ടാണ് ചില മാർപ്പാപ്പമാർ പറഞ്ഞത് ഇതൊരു മാനസിക അവസ്ഥ മാത്രം അല്ല. നമ്മൾ ഈ സ്ഥല കാലബന്ധമായ ഒരു ജീവിതമല്ല. നിങ്ങൾക്കറിയാം, ഈ സ്പേസിലൊക്കെ യാത്ര ചെയ്യുന്നവർ പറഞ്ഞില്ലേ, അവിടെ ഭൂമിയിൽ നിന്നുള്ള ആകർഷണമൊന്നുമില്ല. പക്ഷികളെപ്പോലെ അല്ലെങ്കിൽ ചിത്രശലഭത്തെ പോലെ ഇങ്ങനെ ആ അന്തരീക്ഷത്തിൽ, അതുപോലെ അവിടെ നമ്മളെപ്പോലുള്ള ഓക്സിജനൊന്നുമല്ല, കൃത്രിമമായിട്ടുള്ള ഓക്സിജനാണ് ശ്വസിക്കുന്നതും ആഹാരമല്ല. അപ്പം വേറെ ഒരു ഡയമെൻഷൻ. ഇത് ഈ ലോകത്തിൽ തന്നെയാണ് ഈ ശൂന്യാകാശം. എന്നാൽ അതിനുമപ്പുറം ദൈവം വസിക്കുന്ന ഒരു സ്ഥലം, വേറൊരു ഡയമെൻഷൻ ആണ്. ഇനി ഭൂമിയിലുള്ള എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാനാവതല്ല. എന്നോട് ആൾ ചോദിക്കുക, ജംഷിച്ചാൽ നിൻ്റെ ആത്മാവ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് അധ്യായം 2:14 പറയുന്നത്, ആധ്യാത്മിക കാര്യങ്ങൾ ആധ്യാത്മികമായി വിവേചിക്കപ്പെടണം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്, ഒരു ഭൗമിക ആത്മാവിനെ അല്ല. ഇത് മറ്റുള്ളവർക്ക് ബോഷത്തരമാണ്. ഞാനീ പറയുന്നത് ബോഷത്തരമാണ് പലർക്കും. ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനേൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ആ കർത്താവ് എനിക്ക് കാരുണ്യം തന്നു, കൃപ തന്നു. ഇതൊരു കാരിശ്യമാണ് കണിശമായിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പാപികളെ കാണും. ഏറെയേറെ വിവിധങ്ങളായ പാപങ്ങൾ ചെയ്തവർ. അവർ മാതാവ് തന്നെ അവരെ കരങ്ങൾക്ക് പിടിച്ച് എൻ്റെ അടുക്ക് കൊണ്ടുവരും. കാരണം അവർക്ക് പാപമോചനം കൊടുക്കാനായിട്ട് മാതാവിന് അധികാരമില്ല. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വൈദികനേ ഉള്ളൂ. ഞാനപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം ഓർത്ത് നന്ദി പറയാറുണ്ട്. അതെ, വൈദികർക്ക് ആ നിത്യപുരോഹിതനായ യേശുവിൻ്റെ ജോലി മരണശേഷവും തുടരാൻ കഴിയുന്നു. ഇത് വലിയൊരു, ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നു പറയുന്നതല്ല, എൻ്റെ അനുഭവം പറയുകയാണ്. അവിടെ വെച്ചാൽ മരിച്ചുപോയ പലരെയും കണ്ടുമുട്ടും.
ആദ്യകാലത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ ശുശ്രൂഷ ചെയ്തത്. പിന്നീട് പലരും എന്നെ സ്വർഗത്തിൽ നിന്ന് സഹായിക്കാൻ തുടങ്ങി. എൻ്റെ സഭയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിൽ പോയവർ, അതുപോലെ തന്നെ മത്രാന്മാർ, കാരണം എന്നോട് ഒത്തിരി അടുപ്പമുണ്ടായിരുന്ന അവരൊക്കെ വന്ന് ഈ ശുശ്രൂഷയിൽ എൻ്റെ പങ്കാളികളാകും. അവർക്ക് മോചനം കൊടുക്കും, പാപമോചനം കൊടുക്കും, ഞാനും കൊടുക്കും, മാമോദീസ കൊടുക്കും മാമോദീസ ഇല്ലാത്തവർക്ക്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ അധ്യായം 15:29 മരിച്ചവർക്ക് വേണ്ടി സ്നാനം കൊടുക്കുന്നത്. ഇന്നത് സഭയൊന്നുമില്ല, സഭയൊക്കെ സെക്കുലറൈസ്ഡായി. അത് ആദ്യകാലത്ത് ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ച് കർത്താവ് പുതിയ ജീവിതം ആരംഭിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കളെ പറ്റി അവർ വിഷമിച്ചു. അവർ സ്വർഗത്തിൽ പോകുമോ? അപ്പം അവരെ ഇടനിലയായി നിർത്തിക്കൊണ്ട് മാമോദീസ കൊടുത്തിരുന്നു. അതൊക്കെ സഭയിൽ പോയി. ഇന്നിപ്പം അതെ, അബോർട്ട് ചെയ്ത കുട്ടികളെപ്പോഴും, അല്ലെങ്കിൽ മിസ്കാരിഡായ, അതായത് വയറ്റിന് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് മാമോദീസ കൊടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അച്ഛന്മാരും മത്താന്മാരൊക്കെ എനിക്കെതിരെ പറയും. പക്ഷെ അന്ന് ഓർക്കണം, ഒരു അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുമ്പോൾ ഒരു മനുഷ്യ വ്യക്തി രൂപപ്പെട്ടു. ആ ആത്മാവിനെ, ജീവൻ്റെ ആത്മാവിനെ ഊരിയപ്പോൾ ജീവനുണ്ടായി. ഇനിയും ആ വ്യക്തി ആ സ്നാനം കൂടാതെ രക്ഷപ്പെടില്ല. അത് കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് 16-ാം അധ്യായം മർക്കോസ് 15 വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ രക്ഷ പ്രാപിക്കില്ല എന്ന്. അപ്പം വിശ്വസിച്ച് സ്നാനപ്പെടണം. അവന് പകരമായിട്ട് ഞാൻ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അതെ അവന് വേണ്ടിയിട്ട് മാമോദീസ സ്വീകരിക്കുന്നു. അപ്പം ഈ അധികാരം ഒരു വൈദികനുണ്ട്. അതെടുത്തു കളഞ്ഞാൽ ചല്ല ആ ശവപ്പെട്ടിയിലോട്ട് പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ പട്ടത്തിൽ എനിക്ക് തന്ന ആ അഭിഷേകം ഞാൻ ഈ ലോകത്തോട് വിട വാങ്ങിയാലും എനിക്ക് തുടരുന്നു. ഈ വലിയ സത്യം ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛന്മാർക്ക് ധ്യാനം കൊടുത്തപ്പോൾ പറഞ്ഞപ്പോൾ കരയായിരുന്നു ഓരോരുത്തരും. അവരറിഞ്ഞില്ല എന്ന്. എങ്കിൽ അത് ഞാൻ പറയുന്നു ആത്മാർത്ഥമായിട്ടും, പാപമോചനത്തിലുള്ള അധികാരം എല്ലാ വൈദികർക്കുമുണ്ട്. അത് മരിച്ചാലും തുടരും. കണിശമായിട്ടും അത് പാപമോചനം കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ശവപ്പെട്ടി കിടക്കുന്ന ശവമഞ്ചത്തെ നോക്കി ചൊല്ലുന്ന പ്രാർത്ഥനയില്ല, ഇവനോട് ക്ഷമിക്കണമേ. പാപമോചനം കൊടുക്കുന്ന പ്രാർത്ഥനകളാണ് എല്ലാ റീത്തിലും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് എന്ന് പറഞ്ഞാൽ ആള് ശവപ്പെട്ടി കിടക്കുന്നു, ശവം, എന്നാൽ ആത്മീയ ശരീരം കർത്താവിലേക്ക് പോയി ക്ഷമ കൊടുക്കണമേന്ന്. നമുക്കറിയാം, നമ്മൾ മക്കബായക്കാർക്ക് പുസ്തകത്തിൽ 2-ാം മക്കബായ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതായത് പട്ടാളക്കാർ കൂട്ടത്തോടെ മരിച്ചപ്പോൾ ആരോ വിഗ്രഹം വെച്ചിരുന്നത് കണ്ടുപിടിച്ചു. വിഗ്രഹാരാധന കൊണ്ടാണ്, 1-ാം പ്രമാണ ലംഘനം കൊണ്ടാണ് ഇത്രയും പേർ മരിച്ചു വീഴാൻ ഇടയായതെന്ന് ക്യാപ്റ്റൻ സർവ്വസൈന്യാധിപന് മനസ്സിലായി. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവരുടെ പാപത്തെ ഓർത്തവർ പശ്ചാത്തപിച്ചു. മാത്രമല്ല ഒരു കളക്ഷൻ എടുത്ത് ദഹന ബലിക്കായിട്ട് ജെറൂസലേമിലേക്ക് പണം അയച്ചു. കാരണം മരിച്ചവർ ഉയർക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട്. ഞാൻ ആ ഭാഗമൊന്ന് വായിച്ചോട്ടെ. അത് വളരെ വ്യക്തമായിട്ട് 2 മക്കബായ പറഞ്ഞിരിക്കുന്നത് അധ്യായം 12-ാം അധ്യായം 44 മുതൽ വചനങ്ങൾ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്പത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പരിപാലനവും ഭക്തിപൂർണവുമായൊരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവർ അവർക്ക് വേണ്ടി പരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഹല്ലേലൂയ. കാരണം പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് ഈ വിശ്വാസമൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മക്കളെ. ഇന്നെല്ലാ വിശ്വാസവും എന്താണ്? കർത്താവിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ. മാതാവിനെയും വിശ്വസിക്കും, എന്തെങ്കിലും കിട്ടാൻ, വീസ കിട്ടാൻ, ജോലി കിട്ടാൻ, വീട് വെക്കാൻ. അതെ, അങ്ങനെയായിപ്പോയി നമ്മുടെ വിശ്വാസം. തരം താന്നു പോയി ഈ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയും, ഭൗമികത വന്ന് ആത്മീയരെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പം ആത്മീയ ജീവിതം ഇന്ന് നഷ്ടമായിരിക്കുന്ന ഒന്നാണ്. നമ്മൾ വായിക്കുന്നില്ലേ, ഉദാഹരണമായിട്ട് സ്വർഗത്തിൽ സമ്പത്തിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ജീവൻ വീണ്ടെടുക്കാനുള്ള മോചന ദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത്. കർത്താവ് സുഭാഷിതം 13:8. നമുക്ക് ഈ സമ്പത്ത് കർത്താവ് തന്നിരിക്കുന്നതാണ് ജീവന്റെ നേടിയെടുക്കാൻ മോചന ദ്രവ്യം. അപ്പോൾ പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആണ്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 3:30. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾ
പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:3-4. അപ്പോൾ ഇതൊക്കെ ഞാൻ കൂട്ടി പറയുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നത് ഒത്തിരി പറയാനുള്ളൊരു വിഷയമാണ്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാക്കാം. ഇനിയും ഈ ലോകത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് എനിക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റില്ലേ? എൻ്റെ സഹോദരിക്കും സഹോദരനും കൊടുക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ അഭൗമികമായി സ്വർഗത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നതും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം ചെയ്യുക, സൽകൃത്യം ചെയ്യുക, ബലി അർപ്പിക്കുക. അതെ, ഞാൻ പറഞ്ഞല്ലോ, ബലിയുടെ ഫലം അത് വലുതാണ്. പറഞ്ഞാലും തീരില്ല. യേശു ക്രിസ്തു ഇന്നും നമുക്കറിയാം മനുഷ്യനായിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിപ്പുണ്ട്. അവൻ്റെ ബലിജീവനം തുടരുന്നു. അതാണ് ഏക മധ്യസ്ഥൻ എന്നത്. ഈയിടെ എല്ലാം തർക്കവിഷയമായ ഒരു വാക്കാണ്. ഞാൻ ഇതേപ്പറ്റി പറഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും. അതായത് രക്ഷയ്ക്കായിട്ടൊരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതാണ് 1 തിമോത്തി 2:1 പറയുന്നത്. ഒരാൾക്കും പറ്റില്ല. രക്ഷ നൽകാൻ ഒരാൾക്കേ പറ്റൂ. ഒരാളെ രക്തം ചിന്തി പാപക്കടകൾ കഴുകി നമുക്ക് മധ്യസ്ഥനായി ഇടനിലനിന്നുള്ളൂ, അവർ യേശുവാണ്. ഇത് തീർന്നില്ല, പൂർത്തിയായില്ല. കാരണം മനുഷ്യകുലം തുറന്നുകൊണ്ടേയിരിക്കുന്നു. പാപം നിറഞ്ഞ മനുഷ്യകുലം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ യേശുവിനെ നിരാകരിക്കുന്നു, അവൻ്റെ പേര് നഷ്ടപ്പെടുത്തുന്നു, അവനെ ക്രൂശിക്കുന്നു. ഹെബ്രായർ 6:6. കർത്താവിൻ്റെ ക്രൂശിത മരണം, തിരസ്കരിക്കൽ ഇന്നും മനുഷ്യകുലത്തിലൂടെ തുടരുകയാണ്. മനുഷ്യകുലം അവസാനിക്കുന്നവരെ യേശു അവനോടുകൂടെ സഹിക്കും. പറഞ്ഞു പോകുമ്പോൾ ഏറെ പറയണം. കാരണം മഹാപുരോഹിതനായ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നു പറഞ്ഞാൽ മാതാവ് ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പോലെയോ ഞാനോ നിങ്ങളോ പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. യേശു തൻ്റെ ബലി ജീവിതം തുടരുന്നു എന്നാണ്. സ്വർഗത്തിലൊരു ബലിയുണ്ട്. നിങ്ങൾ നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധരുടെ പ്രാർത്ഥനകളുടെ കുന്തിരിക്കം പോഹിക്കുന്നതും കൊടുക്കുന്നതും. അതായത് നമ്മുടെ നാട്ടിലെ പോലുള്ള അതായത് ഒരു ലിറ്റർജി, ആരാധനാക്രമം സ്വർഗത്തിലുണ്ട് എന്ന്. അപ്പോൾ സ്വർഗത്തിലുള്ള ബലി പങ്കുചേരലാണ് എൻ്റെയും മറ്റച്ഛന്മാരുടെയും നമ്മുടെ എല്ലാം ഈ ഭൂമിയിലെ ബലി. അതിൻ്റെ ഒരു ഭാഗമാണ് എന്നോർക്കണം. അപ്പോൾ ദിവ്യബലിയെ പറ്റിയുള്ള പ്രസംഗമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഒത്തിരി കാര്യങ്ങൾ കണക്റ്റഡാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഫലപ്രദമാണ്. അതുവഴിയായി പുണ്യാംഗങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഞാൻ അവരുടെ ജോലി ചെയ്യുമ്പോൾ കാണുന്നതാണ് കാവൽമാലാഹന്മാർ തെരുതര പറക്കുന്നത്. ഈ ലോകത്തിൽ ആരെങ്കിലും മരിച്ചവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലിക്കുമ്പോൾ, ഏതെങ്കിലും സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ കാവൽമാലാഹ ഉടൻ ചെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ അവരെ അറിയിക്കും. അത് വലിയൊരു കാര്യമാണ്. നിനക്ക് വേണ്ടി ഇന്ന ആൾ കുർബാന ചെല്ലി. അപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാവ് അവന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവർക്ക് വേണ്ടി തന്നെ രക്ഷിക്കാൻ പറ്റില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു, പൂർത്തിയായി. ശിരശീല കീറിയപ്പോലെ തീർന്നുപോയി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവന് സൽകൃത്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെയ്തിട്ടില്ല എങ്കിൽ അതിന് പകരം എനിക്ക് ചെയ്യാൻ പറ്റും അവന് വേണ്ടിയിട്ട്. നാം ഈ ലോകത്തിൽ അങ്ങനെ ചെയ്യുന്നില്ലേ? എത്ര ഭർത്താക്കന്മാരാണ് പിശുക്കന്മാരുണ്ട്. ഭാര്യമാർക്ക് അവരെന്ത് ചെയ്യും? ഭർത്താവ് പിശുക്കുന്ന ആർക്കും കൊടുക്കില്ല, അതുകൊണ്ട് കുറേ സ്വത്ത് പാവം കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ ദാനധർമ്മം ചെയ്യാതെയും സ്വർഗത്തിൽ സമ്പത്തില്ലാതെയും ഇരുന്നെങ്കിൽ കണിശമായിട്ടും നമുക്ക് ആ സമ്പത്തുണ്ടാക്കി അവർക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് സ്വർഗീയ സമ്പത്തിനെ പറ്റിയും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്നതിനെ പറ്റിയും കർത്താവ് പറയുകയുണ്ടായത്. അപ്പോൾ ഇതെല്ലാം അവർക്ക് ഫലം ചെയ്യും. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരിക്കൽ ഞാൻ കണ്ടത്, നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ ഇത് വായിക്കും, നിത്യത ദർശിച്ച നിമിഷങ്ങൾ. ഒരു വലിയ കൂന കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കുന്ന്. ആ കുന്ന് മുഴുവൻ പവിഴങ്ങൾ, മുത്തുകൾ, സ്വർണം, വെള്ളി. ഞാൻ നോക്കുമ്പം കാറ്റുകൊണ്ട് പറന്ന് പോവുക. നല്ല രസമായിരുന്നു കാണാൻ. എന്നോട് കാവൽമാല ഉടനെ പറഞ്ഞു, കണ്ടു പറക്കുന്നത്? നമ്മൾ കണ്ടു. അത് സ്വർഗത്തിൻ്റെ വാതിക്കലേക്കുള്ള പോക്കാണ്. ആരെങ്കിലും മരിച്ച് സ്വർഗത്തിൽ വരുമ്പോൾ പത്രോസ് അവരുടെ സൽകൃത്യങ്ങളെ പറ്റി അളക്കുന്നത് അത് വെച്ചാണ്. അതായത് ഇവിടെ ചെയ്യുന്ന സൽപ്രവൃത്തികളെല്ലാം കൂടി കൂട്ടിവെച്ചിരിക്കുന്ന ഒരു കുന്നാണ് ഇത്. അത് സ്വർഗക്കുന്നെന്ന പേരും പറഞ്ഞു. ഞാൻ ചിരിച്ചുപോയി ഇതൊക്കെ കേട്ടപ്പോൾ. പ്രിയപ്പെട്ടവരെ, സത്യമാണ് ഇത്. അതുകൊണ്ടാണല്ലോ മരിച്ച് നമുക്കറിയാം. ഒരു പക്ഷേ പെന്തക്കോസ്തുകാർക്ക് ആ വിശ്വാസമില്ലായിരിക്കാം. അവർ പറയും വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ, പ്രവൃത്തി വേണ്ട, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ് എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ.
പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം അങ്ങനെയെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം എടുത്തു കളയണം. നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആർക്ക് ഇത് ചെയ്തു? അപ്പോൾ എനിക്കാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ബന്ധം തുടരുകയാണ്. അത് ഇന്ന് അത് സ്വർഗത്തിൽ അഥവാ ഈ ലോകവാസം വെടിഞ്ഞ് നിത്യതയിലായിരിക്കുന്നവർ അവരെവിടെയെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് കർത്താവ് വിടുന്നു. ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ കൊച്ചു കൊച്ചു സകൃത്യങ്ങൾ ചെയ്തുകൊണ്ട്, സത്കൃത്യങ്ങൾ ചെയ്തുകൊണ്ട്, സഹനങ്ങൾ സഹിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനൊക്കെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് പറയാൻ. അത് എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന ഫാദർ റിബല്ലോ, ഫ്രാൻസിസ് റിബല്ലോ, മംഗലാപുരംകാരൻ, എനിക്കൊരു ഡ്രീം, എനിക്കൊരു അനുഭവമുണ്ട്. ആ ദൈവാനുഭവം അവിടെ ഞാൻ കണ്ടത്, അത് മരിച്ചു പോയ മുസ്ലിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചാണ്, ആര് പറഞ്ഞു മനുഷ്യൻ മരിക്കുമെന്ന്? വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷം മുമ്പോളും 45 വർഷത്തിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഒരു വിശ്വസ്തനായ വൈദികൻ, ഒരു വിശ്വാസക്കാരൻ, മനുഷ്യൻ മരിക്കുന്നില്ല, ശവക്കല്ലറയിലുള്ളവർ അവൻ്റെ സ്വരം കേൾക്കുമെന്ന് പറയുന്നത് നീ വായിച്ചിട്ടില്ലേ? യോഹന്നാൻ 5-ാം അധ്യായം. ശവക്കല്ലറ പിളർന്ന് കുർബാനയുടെ സമയത്ത്, ബലി സമയത്ത് ആളുകൾ പുറത്തു വരുന്ന അറിയത്തില്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറയായിരുന്നു, അതെ, ആരും മരിക്കുന്നില്ല. അന്നു മുതൽ എന്നോട് ഞാൻ ചോദിച്ചു, ഇവരെ രക്ഷിക്കാൻ മാർഗമുണ്ടോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥന തുടങ്ങി. പതുക്കെ പതുക്കെയാണ് ആത്മാക്കളുടെ അടുക്ക വരാൻ തുടങ്ങിയത്. അതെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെ ഓരോ ആഴ്ചയിലും ധ്യാനമായി നടക്കുകയാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ശ്രമം കൂടുതൽ കിട്ടിയത് ഞാൻ ഈ വീഴ്ച വിടപ്പിന്നെയാണ്. തത്തിയിലാണ് ഗുണം കൂടി എന്ന് പറഞ്ഞ പോലെ ഈ ജലാംബര രോഗം വന്ന് ഇങ്ങനെ ഇരിപ്പായപ്പോൾ പ്രസംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു, ധ്യാനങ്ങളുടെ എണ്ണം കുറഞ്ഞു. എനിക്ക് ഈ യാത്രയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ എനിക്കേറെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടി. ഞാൻ ആത്മാക്കളുടെ സ്നേഹം അറിയാവുന്നതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വിടുകയാണ്. അപ്പോൾ ആത്മാക്കൾ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുമെന്നും അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവ് അവരെ അയക്കും. ഇന്ന് അങ്ങനെ ഏറെ പേർക്ക് ദർശനങ്ങളുള്ളത് നിങ്ങൾ വായിക്കും. നിങ്ങൾക്ക് അത് ചോക്കും, മനസ്സിൽ കുഴപ്പമാണ്. ഒരു കന്യാസിയോ അച്ഛനോ പറഞ്ഞാൽ അത് ഉടനെ തന്നെ സൈക്യാട്രി വാർഡിലേക്ക് ആളുടെ മാറ്റും. പ്രിയമുള്ള ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ഇന്ന് അജ്ഞരാണ് നമ്മൾ പലരും. 1 കൊരിന്ത്യർ അധ്യായം 12:1 വരദാനങ്ങളെപ്പറ്റി നമുക്ക് അജ്ഞരാണ് ഇന്നും അത് ഈ വരദാനങ്ങളെല്ലാം അറിയുന്നത് ഇതിനെപ്പറ്റിയാണ്. രോഗശാന്തി വരം, വിടുതൽ വരം, അത്ഭുതവരം, ഇതൊക്കെയാണ്. ഏറ്റവും വലിയ ദാനം വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും സഹനത്തിൻ്റെയും ദാനം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനം അധ്യായം 1:29 വായിക്കുന്നത്, നിങ്ങൾ രക്ഷ പ്രാപിക്കുവാനും അവിടുത്തോട് സഹിക്കാനുമുള്ള ദാനം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹനത്തിനൊക്കെ അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ, ഈ സഹനത്തിലും സന്തോഷിക്കണമെങ്കിൽ, ഈ സഹനത്തിലും ശക്തി കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ ആന്തരിക മനുഷ്യനെ, ഈ ഫിസിക്കൽ ബോഡി മനസ്സിലാക്കണം. ഇത് ഏറെ പറയേണ്ടതാണ്. ഞാനൊരു പുസ്തകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ നവീന പുസ്തകം, ആത്മീയ ശരീരം നമുക്കുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഫലവത്താണ്. നിൻ്റെ കൊച്ചു ത്യാഗം പോലും, ഒരു ഉപവാസം പോലും, ഒരു നന്മ പറഞ്ഞു പറയുമേ ജപം ചൊല്ലുന്നത് പോലും അവരുടെ കാലമാല റിപ്പോർട്ട് ചെയ്യും. കാവൽമാല നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവർ ശുദ്ധീകരണത്തിലില്ല, പോയി റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇനി ശുദ്ധീകരണത്തിൽ തീയെന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. ആ തീ ആത്മാവിൻ്റെ തീയാണ്. പരിശുദ്ധാത്മാവ് തീയാണ്, നമുക്കറിയാമല്ലോ. തീയായിട്ടാണല്ലോ അത് അപ്പോസ്തലന്മാരെ കടന്നു വരുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവെ തീയായി വരണമേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? ആ തീ സന്തോഷത്തിൻ്റെ തീയാണ്, തീഷ്ണതയുടെ, ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയാണ്. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ പലരെയും കണ്ടു, എൻ്റെ കൂട്ടുകാരായിട്ടുള്ളൊക്കെ ചില എല്ലും തൊലിയായിട്ടാണ് കണ്ടത്. അത് വേകുന്നുണ്ട്, മാംസമൊക്കെ കത്തിയിട്ടുണ്ട്. പക്ഷേ അവരോട് ഞാൻ ചോദിച്ചു, നമുക്ക് എൻ്റെ കൂടെ പോരാമോ? ഇല്ല. കാരണം ആ വലിയ പ്രത്യാശ അവർക്ക്. ഇന്നല്ലേ നാളെ ഈശോയെ മുഖാമുഖം കാണും. അവനറിയാം സ്വർണം പോലെ ശുദ്ധീകരിക്കപ്പെടുക. നമുക്കാർക്കും പറയത്തില്ല നമ്മൾ ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടു പൂർണ്ണമായെന്നും. കഥാങ്ങൾ പഠിപ്പിച്ച എന്താണ്? അത് അവൻ പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളും പരിപൂർണരായിരിക്കണം. അവൻ വിശുദ്ധീകരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധീകരിക്കണം. നമ്മൾ ആർക്കത് പറയാൻ കഴിയും കണ്ണടയ്ക്കുമ്പോൾ ഞാൻ വിശുദ്ധനാണ്, വിശുദ്ധയാണ്? അതുകൊണ്ട് നമുക്ക് ഈ ശുദ്ധീകരണത്തിലൂടെ പോയേ മതിയാവും. അത് ഞാൻ പറയും, മാതാവും ആവശ്യ പിതാവും, അതെ, മാതാവും
മകനായ ഈശോയുമല്ലാതെ എല്ലാവരും ഈ സഹനത്തിലൂടെ കടന്നുപോയി, ആത്മാവിന്റെ തീയിലൂടെ. അതെ, ആത്മാവിന്റെ തീ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മൾ അനുഭവിക്കുന്നു. എനിക്കറിയാം, ഈ ശിവയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എവഞ്ചലൈസേഷന്റെ തീ അവർക്കുണ്ട്. എനിക്കും ആ തീ കത്തുന്നുണ്ട്. ഏറെപ്പേരെ കാണാൻ സാധിക്കും, ആത്മാവിൽ കത്തിയെരിയുകയാണ്. എന്ത്? ആത്മാക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ ആത്മാക്കളെ രക്ഷിക്കുവാൻ. ഇത് മരണശേഷം അഥവാ ഈ ലോകത്തോട് വിടവാങ്ങിയ ശേഷവും ഈ തീ ആളിക്കത്തും. അപ്പോൾ നമ്മുടെ തന്നെ രക്ഷിക്കാട്ട് ഈ തീ കാത്ത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അവിടെയാണ് അത് ശുദ്ധീകരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അവിടെ സന്തോഷമായിട്ട് അവർ കഴിയുന്നത്. അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ദുരിതങ്ങളും ദുഷ്ടങ്ങളും എല്ലാം അവർക്കറിയാം. കഷ്ടതകളും ഇവിടുത്തെ പാപങ്ങളും ഇങ്ങോട്ട് വരാൻ അവർക്ക് ഇഷ്ടമില്ല. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ വലിയ പ്രതീക്ഷയാണ് അവരുടെ മുഖത്ത്, സന്തോഷം. എനിക്ക് ഈശോയെ കാണാം, ഈശോയെ കാണാം. പക്ഷേ ഞാൻ ശുദ്ധീകരണനല്ല. അത് എനിക്കുണ്ടായ അനുഭവം. അതെ, ഞാൻ ഈശോയുടെ മുമ്പിൽ ആ ക്രൂശിന് മുമ്പിൽ വന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും കണ്ടു. ഞാനത് എൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു. ജീവൻ്റെ പുസ്തകം എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഞാൻ അനുഭവിച്ചു. അതെ, ഞാൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു, മരിച്ചു എന്ന് എനിക്കറിയാമായിരുന്നു. കണിശമായിട്ട് ഇപ്പോൾ ഡോക്ടർമാർ വന്ന് പരിശോധിക്കുകയാണ്. അവരെനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ശ്വാസോച്ഛ്വാസം തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ ശവടക്കേനെ എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് പ്രിയമുള്ള ഞാൻ പറയാൻ കഴിയും. ഇതൊക്കെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നി, ഈശോയുടെ അടുക്കൽ ആ ക്രൂശിതനെ നോക്കിക്കൊണ്ട്. അപ്പോൾ എൻ്റെ പാപങ്ങൾ ചെറുതും വലുതും എല്ലാം കണ്ടു. ചെറുപ്പത്തിൽ തെറി പറഞ്ഞതും, അച്ഛനെ അനുസരിക്കാതെ അമ്മച്ചെ അനുസരിക്കാതെ എല്ലാം കണ്ടു. അതൊക്കെ പലതും കുമ്പസാരിക്കാത്തതായിരുന്നു, അനുഭവിക്കാത്തതായിരുന്നു, അതെല്ലാം കണ്ടു. എൻ്റെ കർത്താവേ, ഞാൻ അതെല്ലാം ചെയ്തോളാം. ഞാൻ ഈ ഉറക്കത്തെയും തെളിയുകയാണെങ്കിൽ കുമ്പസാരിച്ചോളാം, പരിഹാരം ചെയ്തോളാം എന്ന് കർത്താവിനോട് പറഞ്ഞു പോവാണ്. അത് നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ കാരണം, അനുദപിക്കാൻ സാധിക്കും. ബുദ്ധിമണ്ഡലം നമ്മൾ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ നശിക്കുന്നില്ല. അതുകൊണ്ട് അനുദപിക്കാൻ സാധിക്കും. പക്ഷേ ഔദ്യോഗികമായ സഭ പറയുന്നത് മരിച്ചാൽ പിന്നെ അനുദപിക്കത്തില്ല. മരിച്ചാൽ പിന്നെ ആർക്കും പാപമോചനം കൊടുക്കാൻ പറ്റത്തില്ല, ആർക്കും മാമൂശ കൊടുക്കാൻ പറ്റില്ല. ഞാൻ എഴുതിയ പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് വിജയപുരത്തെ പിതാവ് സെബാസ്റ്റ്യൻ പിതാവാണ്. അദ്ദേഹം മുഴുവൻ വായിച്ചു, കൂലം കക്ഷമായിട്ട്, എന്നിട്ടാണ് അതിൻ്റെ പ്രിഫസ് മുഖവരി എഴുതിയത്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറയാൻ കാരണം, പല ബിഷപ്പ്മാർ വായിച്ചു, എംബ്രിമാത്തൂർക്ക് തന്നു, അനുവാദം എല്ലാം തന്നു. കാരണം ഇത് സഭയിൽ ആഴമായി ഇന്ന് പഠിപ്പിക്കാത്തൊരു വിഷയം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആര് മരിച്ചാലും അതൊക്കെ പോയി. പഴയ നിയമം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ പെന്തക്കോസ്തുകാർ ചോദിക്കുന്ന ചോദ്യം, ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. ബൈബിളിലെല്ലാം പഴയ നിയമത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ബൈബിള് ഈശോ പറഞ്ഞതും ചെയ്തുമെല്ലാം എഴുതിയിട്ടില്ലെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടില്ലേ? നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒത്തിരി എഴുതുകയാണെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞാലും സുവിശേഷം അല്ലെങ്കിൽ ബൈബിൾ എഴുതി തീരുകയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതൊക്കെയാണ് പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത്. എവിടെയാണ് പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് പരമ്പരാഗതമായിട്ട് ആദ്യം മുതൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മതങ്ങളിലും ആ വിശ്വാസമുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഏക മതസ്ഥർ കത്തോലിക്കർ ആണ്, പറയാതിരിക്കത്തില്ല. ഹിന്ദുക്കൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്കറിയാം. മുഹമ്മദീര് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാത്ത ഒരു കൂട്ടർ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രൊട്ടസ്റ്റൻസാണ്. ഞാൻ വേദനയോടെ പറയുന്നു, ഞാൻ ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ അവരുടെ ആത്മാക്കൾ എന്നടുക്ക് വരാറുണ്ട്. അതായത് സ്വന്തത്തിൽപ്പെട്ടവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഏറെ നാളുകളായി, വർഷങ്ങളായി കിടക്കുന്നവർ കരഞ്ഞുകൊണ്ടിടയ്ക്ക് വരും. ഞങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും ഈ ഇതിൽ വിശ്വാസമില്ല, ഞങ്ങളുടെ സഭയ്ക്ക് വിശ്വാസമില്ല, വർഷങ്ങളായി കിടക്കുന്നു. ഞാൻ അവരെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരും. അവരുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കും. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞുവെങ്കിലും. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തിലായിട്ടാണല്ലോ, പാപത്തിൻ്റെ കറകൾ ഉള്ളത് കൊണ്ടാണല്ലോ അവരവിടെ പോകേണ്ടി വന്നത്. ഇനിയും അവരുടെ പാപക്കറകൾ ഏറ്റെടുത്ത് നമുക്ക് മാപ്പ് ചോദിക്കാൻ സാധിക്കും. ഞാനൊരു വചനം മാത്രം വായിച്ചോട്ടെ. ലേവ്യ പുസ്തകം അധ്യായം 26. ലേവ്യ പുസ്തകം അധ്യായം 26 പരേതരെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. 39 മുതൽ വചനങ്ങൾ. ശേഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവശേഷിച്ചിരിക്കുന്ന ഭാഗം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു വിഷയമാണല്ലോ, അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട അവശേഷിക്കപ്പെട്ട ചെറുകൂട്ടർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വെച്ച് നശിച്ചു പോകും. അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവരെ പോലെ നശിച്ചു പോകും. അവരെന്നോട് കാണിച്ച അവിശ്വസ്തതയും
എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റു പറയട്ടെ. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? അതായത് പൂർവിക ചെയ്ത പാപത്തിൻ്റെ ഫലം നമുക്ക് അനുഭവം ഉണ്ടാവും. അതിനെ ആ ശാപം എന്ന് പറഞ്ഞ് ശാപത്തിൽ നിന്നുള്ള മോചനം എന്നുള്ള എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി പറയാണ്, അവരെ മോചിപ്പിക്കാം എന്ത്? അവരുടെ പാപങ്ങൾ ഏറ്റുപറയാൻ. നമ്മൾ അതെ 106 സങ്കീർത്തനത്തിൽ മുഴുവൻ കാണുന്നത് എന്താണ്? വളരെ മനോഹരമായിട്ട് എൻ്റെ ആരംഭമാണ് വായിച്ചത്. അവിടുത്തെ കരുണ വലുതാണ്, നിലനിൽക്കുന്നതാണ്. ആ അധ്യായം മുഴുവൻ പഴയ പാപങ്ങൾ, പൂർവികർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനം 106. അവസാനം പറഞ്ഞ, കർത്താവേ ഞങ്ങളുടെ കൃപ തോന്നണമേ, ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കണമേ, ഒന്നിപ്പിക്കണമേ. അപ്പോൾ നമുക്ക് അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും, മാപ്പ് ചോദിക്കാൻ കഴിയും. ഒന്ന് പറഞ്ഞോട്ടെ, ഉദാഹരണമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, എൻ്റെ ആധ്യാത്മിക പുത്രിയോ പുത്രനോ ആണെന്നിരിക്കട്ടെ, ഞാൻ കാണുകയാണ് പാപത്തിലാണത്. എന്ത് ചെയ്യണം? ഞാൻ ആളിന് മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരു കുർബാനയുള്ളിൽ കാഴ്ചവെക്കാം. വേണേ 2 വെള്ളിയാഴ്ചയോ 6 വെള്ളിയാഴ്ചയോ ഉപവസിക്കാം. വേറൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കും. അവൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റെടുക്കുക. എന്നിട്ട് ഞാൻ പറയാം, കർത്താവേ ഞാൻ ചെയ്തു ഈ പാപം. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കയ്യിലും കാലിലും പാടൊക്കെ കാണാനുള്ള കാര്യം ഞാൻ ഒരിക്കൽ പറയുണ്ടായി. അതായത് മനുഷ്യഭാവം മുഴുവനും കർത്താവ് ചുമക്കുന്ന ഒരു ദർശനം എനിക്കുണ്ടായി. അവിടെ വെച്ച് ഈശോ ആ പാപം മുഖാന്തരം ശരീരം മുഴുവൻ അടികൊള്ളുന്നതും കുരിശിൽ കിടക്കുന്നു. അപ്പോൾ ഞാനും അനുഭവിച്ചു, എൻ്റെ കർത്താവെ ക്ഷമിക്കണമേ. അപ്പോൾ ഈ ഓരോ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഞാൻ വ്യഭിചാരം ചെയ്തു, ഞാൻ കൊലപാതകം ചെയ്തു, ഞാൻ അബോർട്ട് ചെയ്തു, ഞാൻ കട്ടെടുത്തു, കള്ളത്തരം കാണിച്ചു. ഈ പാപങ്ങളോടൊന്നും ഞാൻ എന്നെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ എനിക്ക് മാപ്പ് തരണം പറിച്ച് മനുഷ്യത്തോട് മാപ്പ് കൊടുക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. അങ്ങനെ അവസാനമാണ് ഞാൻ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചതും എനിക്ക് ഈ മുറിവുകളെല്ലാം കർത്താവ് തന്നതും സമ്മാനിച്ചു, വീണ്ടും സഹനം എനിക്ക് തന്നത്. എനിക്കത് നന്ദിയുള്ളൂ കർത്താവിനോട്. ഞാനിപ്പോഴാണെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നാൽ പാപമോചനം ഔദ്യോഗികമായി കൊടുത്ത ശേഷം അവൻ്റെ പാപം ഞാൻ കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് ധ്യാനിച്ച് എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. കാരണം എൻ്റെ സഹോദരിയാണ് അവൾ, എൻ്റെ സഹോദരനാണ് അവൾ. ഓരോ വൈദികരും ചെയ്യേണ്ടതാണ്. ഞാൻ ഇത് അച്ഛന്മാരുടെ ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ കരയായിരുന്നു. ഞങ്ങൾ ആരോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ മരണം മൂലം വേർപെട്ടവരെ നമുക്കറിയാം. ഒരു പക്ഷേ അവരെ സ്വർഗത്തിൽ പോയിട്ടില്ലെന്നും അറിയാം. അവരിങ്ങോട്ട് വരുന്നു പറയണമെന്നില്ല. എങ്കിൽ അവരുടെ പാപം ഏറ്റെടുത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. അത് ഒരു പീറ്റൻസ് അല്ല, ആത്മാർത്ഥമായി. നമുക്കൊരു കൊച്ചുകുട്ടി എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ അമ്മ പറയില്ലേ ക്ഷമിക്കണമെന്ന്. കുട്ടിയോട് ക്ഷമിക്കാനല്ല, എന്നോട് ക്ഷമിക്കാൻ. അതിൻ്റെ ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ ഞാൻ എടുക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഇതിന് സ്നേഹം വേണം. ഇതല്ലേ ഈശോ ചെയ്ത്? ഈശോയുടെ കുരിശ് നോക്കിക്കേ. പാപമില്ലായിരുന്നവൻ പാപമായി മാറി. 2 കൊറിന്തോസ് 5:21. അവനൊരു ക്രിമിനലായിട്ട് കുരിശിൽ കിടക്കുന്നു. എന്നാൽ ഒറ്റ ക്രൈം ചെയ്തിട്ടില്ല. എന്തിന്? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ ഏറ്റെടുത്തു. അവൻ തിന്മയായി കുരിശിൽ കിടക്കുന്നു. എന്നാൽ അവൻ പാപം ചെയ്തിട്ടുമില്ല. ഈ അവസ്ഥയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഇതാണ് വലിയ സ്നേഹം. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ആധ്യാത്മിക പുത്രിയോ പുത്രനോ ഞാൻ പാപത്തെ കാണുമ്പോൾ വേദനയോടെ കരയാണ്. എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. അത് പറയണമെങ്കിൽ സ്നേഹം ഉണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, അവളോട് ക്ഷമിക്കണമേ, അവനോട് ക്ഷമിക്കണമേ. അതുപോലെ എൻ്റെ അപ്പനോ അമ്മയോ മരിച്ചു ആരെങ്കിലും ആ സ്നേഹം നൽകാമെങ്കിൽ, ഈശോയുടെ സ്നേഹം കൊടുത്ത സ്നേഹത്തെ പ്രതിയാണല്ലോ ബലിയായി തീർന്നത്. അപ്പോൾ ഇനി ബലി എന്ന് പറഞ്ഞാൽ സഹനം. ഒരു നേരമായിരിക്കാം, പാവങ്ങളെ സഹായിക്കായിരിക്കും, കുർബാന ചെല്ലിക്കുന്നതും ഒരു ബലിയാണ്. അതിനോട് കൊടുക്കുന്ന ആ രൂപ ഒരു ത്യാഗമാണ്. അതിനനുസരിച്ചാണ് ഫലം കിട്ടുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആ കുർബാന വാങ്ങിക്കാൻ ആർക്കും പറ്റില്ല, അതിന് വിലയില്ല, അതിൻ്റെ വില അളവില്ലാത്തതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ത്യാഗം, ഒരു 500 രൂപ 1000 രൂപ ഒരു കുർബാനയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ത്യാഗം ആണ്. അതിന് വേണ്ടി എൻ്റെ അമ്മയുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി, അപ്പനോടുള്ള സ്നേഹത്തെ പ്രതി. പണ്ടൊരു ചേച്ചി എനിക്ക് $10,000 കൈ തന്നിട്ട് പറഞ്ഞ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു കുർബാന ചെല്ലിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ അമേരിക്കയിൽ $10 കുർബാനയ്ക്ക്. അപ്പോൾ പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ ഭർത്താവിനുള്ള സ്നേഹം അച്ഛാ എനിക്ക് അളക്കത്തില്ല, എനിക്കുള്ള എല്ലാം കൊടുത്താലും മതിയാവില്ല. ആ സ്നേഹമല്ലേ ആ കുരിശിൽ കർത്താവ് കാണിച്ചത്. അത് 10,000 അല്ല, 1,00,000 കോടികൾ കൊടുത്താലും മതിയാവില്ല. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മരണം മൂലം വേർപെട്ടവരോട് സ്നേഹിക്കുന്നെങ്കിൽ
അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കാം, അവരെ പ്രതി പരിത്യാഗം ചെയ്യാം. അത് ഏറ്റവും വലിയ പരിത്യാഗമാണ് വിശുദ്ധ ബലി കുർബാന. അതുപോലെ തന്നെ പരിത്യാഗ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഉപകാരം ചെയ്യുക, എന്നിട്ട് സ്വർഗത്തിൽ അവർക്കായി നിക്ഷേപം സമ്പാദിച്ചു കൊടുക്കുക. പിന്നെ പരിത്യാഗങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ധനമോചനത്തിൻ്റെ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥന ഞാൻ വലിയ സന്തോഷമാണ് ഈ പരിപാടി തുടങ്ങിയപ്പോൾ ശിവ അനൗൺസ് ചെയ്തു, രാജകന്യയെ ചൊല്ലിയാൽ അതിന് ധനമോചനമുണ്ട് എന്ന്. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ധനമോചനമുണ്ട്. ആ ധനമോചനത്തെ പ്രതി അല്ല, ഉള്ളത് എന്തായാലും കർത്താവിനുടേ കർത്താവ് കൊടുത്തോളും. ആ നിത്യഭണ്ഡാരത്തിൽ നിന്ന് നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ധനമോചനമുണ്ട്, കുർബാന കൊന്ത ചെല്ലുമ്പോഴുണ്ട്, കണ്ണക്കൊന്ത ചെല്ലുമ്പോഴുണ്ട്, ഒരു ചെറിയ ഉപവാസം ചെയ്യുമ്പോഴും ഉണ്ട്. എത്രമാത്രമൊന്നും അളക്കാൻ പോകണ്ട, അത് പൂർണ്ണമോ ഭാഗികമോ അതൊന്നും നോക്കണ്ട. അളവില്ലാത്ത സ്നേഹം കർത്താവാണ് അളന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് ആത്മാവിനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ചെയ്യൂ മക്കളെ, ബോധ്യത്തോടെ ചെയ്യൂ. ഇവിടെ വേണ്ടത് വിശ്വാസം ആണ്. ആ വിശ്വാസത്തിൽ ആഴപ്പെടൂ മക്കളെ. ഇന്ന് ആ വിശ്വാസം പോയി നമ്മുടെ കേരള സഭയിൽ എന്ന് വേദനയോടെ ഞാൻ പറയുകയാണ്. എൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ഇപ്പോൾ ഞാനിത് പറയുന്നതും അതാണ്. ഞാൻ പെന്തക്കോസ്തുകാർക്കൊന്നും എതിരല്ല, അവരെയൊക്കെ സ്നേഹിക്കുന്നു. അവർ പലരും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുന്നു എൻ്റെ എല്ലാ ധ്യാനങ്ങളിലും. പ്രിയമുള്ളവർ, പറയാൻ കാരണം കത്തോലിക്ക സഭ മാത്രമാണ് അക്ഷരാർത്ഥം കർത്താവ് പഠിപ്പിച്ച മൂല്യങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സുഭിക്ഷതയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ, ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നവരുടെ സുവിശേഷം എന്ന് ഞാൻ പറയും. അത് കാരണം ഇന്ന് പരലോകത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല പുണ്യവാന്മാരുടെ ഒരുപാട്, പുണ്യവാന്മാരുടെ ഐക്യം. അതെ, നമ്മൾ പരസ്പരം, ഞാനിപ്പോൾ നിങ്ങളെ സഹായിക്കുകയല്ലേ, ഇത്രയും മൈലുകൾക്ക്, ഏകദേശം 10,000 മൈലുകൾക്ക് ഇപ്പുറം ഇരുന്നു കൊണ്ട് ഞാൻ പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങളെ അടുത്തല്ല, നിങ്ങൾ എൻ്റെ അടുത്തുമല്ല എങ്കിൽ സ്വർഗത്തിൽ വേറൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ശുദ്ധീയ സ്ഥലത്തിലായിരിക്കുന്നതുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അവരോട് സംസാരിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നന്മ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇത് ഈ ലോകത്തിൽ സാധ്യമെങ്കിൽ അതുപോലെ തന്നെ മറ്റവർക്ക് വേണ്ടി പറ്റും. കാരണം അവിടെ സഹിക്കുന്നവർ ഇന്നും ജീവിക്കുന്നു. കാരണം യേശുവിൽ സ്നാനം സ്വീകരിച്ച് അഭൗമികമായ ശരീരത്തോടെ പോയിരിക്കുന്നതാണ്. ഇവിടെ പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ കാണും. ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോവോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകും. അതും ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യേശുവിലൂടെ പോകും, യേശുവിലൂടെ രക്ഷയുണ്ടാവും. അതൊന്നും ഇവിടെ പറയേണ്ട ഒരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ മാത്രമല്ല സ്വർഗത്തിൽ, ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെക്കാൾ ക്രിസ്തീയത ഉള്ളവർ സ്വർഗത്തിലുണ്ട് മറ്റു മതങ്ങളിൽ നിന്നും, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു, കത്തോലിക്ക എന്ന് പറഞ്ഞാലും ഈ കത്തോലിക്ക ജീവിതം, ക്രിസ്ത്യ ജീവിതം ഇല്ലാത്തല്ലേ ഭൂരിപക്ഷം. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ വളരാം മക്കളെ. ഈ ജീവിത മാത്രം ആശ്രയം വെച്ച് ജീവിക്കാതെ പരലോകത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാം. ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. എൻ്റെ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും ലഭിച്ചുവെങ്കിൽ ആ കൈകൾ മാരോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് കത്താൻ നന്ദി പറയൂ. ഏതെങ്കിലും ഹൃദയസ്പർശകമാണ് ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്ന കർത്താ തന്ന ദാനമാണ്, നന്ദി പറയൂ. ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കൂ. പിശാച് സംശയവുമായിട്ട് വരും, ഭയവുമായിട്ട് വരും, അത് ശരിയല്ല എന്ന് പറയാൻ വരും. ഞാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെ എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് മക്കളെ തുറന്നു തരികയായിരുന്നു. എനിക്ക് വേറെ യാതൊരു ഉദ്ദേശവുമില്ല. പണം എനിക്ക് ഉദ്ദേശമല്ല. ഞാൻ നിങ്ങളിൽ നിന്നും കിട്ടാനായിട്ടല്ല പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കുമായിരിക്കും എന്നെനിക്ക് അറിയാം. തുറന്നു എനിക്ക് വേണ്ട. എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് തന്നതിൽ ഏതെങ്കിലും ആ ഭാഗം നിങ്ങൾക്ക് തന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തുടരുന്നു. വയസ്സ് 80 ഏപ്രിൽ മാസത്തിൽ 50 വയസ്സ് തികയും. വൈദികനായിട്ട് 52 വർഷമായി. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷം എന്നെ ശ്രമിക്കുന്ന മക്കളുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കൂ. ഇവിടെ പൂർവ്വപിതാക്കന്മാരുടെ, മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്,
പിതാമഹന്മാരുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു, പൂർവികരുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു. അവർ ഇന്നും ജീവിക്കുകയാണ്. ഒരു സ്വർഗത്തിലാണെങ്കിൽ ദൈവമേ സ്തോത്രം. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് തരണമേ. ശരീരത്തിലാണെങ്കിലും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നന്ദി. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. ഈ ലോകത്തുള്ളവരെ ഞങ്ങൾ ഭൗമികമായിട്ട് രക്ഷിക്കുന്നു, ആത്മീയമായിട്ടും രക്ഷിക്കുന്നു. സത്യത്തിൽ സുവിശേഷീകരണം, എവാഞ്ചലൈസേഷൻ ഒരു ആത്മീയ സഹായം നൽകലാണല്ലോ. ആത്മാവിൽ രക്ഷ പ്രാപിക്കാത്തവർക്ക് ആത്മാവിനെ കൊടുക്കുന്ന, ദരിദ്രരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് കർത്താവേ. ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന ഇവരും ചെയ്യുന്നത്, ഓരോ ക്രിസ്ത്യാനിയും ചെയ്യുന്നത്. ഇതിൽ ആഴപ്പെടുവാൻ കൃപ കൊടുക്കൂ. ലോകത്തിലെ മുഴുവൻ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എവിടെയും കർത്താവേ, ഭ്രൂണഹത്യ, ദയാവധം, അശ്ലീലം എല്ലാമായി ലോകം പാപത്തിലായിരിക്കുന്നു. പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വന്ന കർത്താവേ, ക്ഷമിക്കണമേ, കൃപ തൂകണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് തോന്നണമേ. ഇപ്പോൾ എൻ്റെ ഈ വചനം കേട്ട ഇവരെയും ഇവരുടെ കുടുംബങ്ങളെ ഞാൻ അർപ്പിക്കുന്നു. അവരുടെ പൂർവികന്മാർ കണിശമായിട്ടും ഇന്നും ജീവിക്കുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിലെത്തി കർത്താവിനെ മുഖാമുഖം കാണുവാൻ കർത്താവ് തടസ്സമായിരിക്കുന്ന എല്ലാം എടുത്തു മാറ്റണമേ. കർത്താവ് ഇപ്പോൾ അവർ അവരുടെ പാവങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ചിലർ കരയുന്നു ഞാൻ കാണുന്നു, കരഞ്ഞുകൊണ്ട് പാവം ഏറ്റുപറയുന്നു കാണുന്നു. ഈശോ അവരെ അനുഗ്രഹിക്കൂ. ഞങ്ങളെല്ലാം അപരാധികളാണ്, പാപം ചെയ്തവരാണ്, പാപികളാണ്. അത് ഏറ്റുപറയുന്ന കർത്താവേ, അപ്പൻ്റെ അമ്മയുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും അപ്പാപ്പൻ്റെയും അമ്മമ്മയുടെയും എല്ലാ പാവങ്ങൾ ഏറ്റെടുക്കുന്നു. സഹോദരങ്ങളുടെ പാവങ്ങൾ, ഭർത്താവിൻ്റെ പാപം, ഭാര്യയുടെ മക്കളെ എല്ലാം ഏറ്റെടുക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുന്നു. നാഥ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ. ആ ഹൃദയത്തിലൂടെ തിരിച്ചോറിയാൽ കഴുകണമേ. നാഥ, രക്ഷിച്ചാലും ആ രക്ഷ നൽകിയാലും ആഴമായ ബോധ്യങ്ങൾ എൻ്റെ മക്കൾക്ക് നൽകിയാലും. കാര്യം കർത്താവേ, പലപ്പോഴും തിരസ്കരിക്കപ്പെട്ട ഒരു സഭയാണ് സഹനസഭ. സഹനം ആർക്കും ഇഷ്ടമില്ല. ഈ ലോകത്തിലാണെങ്കിലും സഹനം മാറ്റിക്കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതുപോലെയാണ് സൂര്യസ്ഥലത്തിലെ ആളുകളെപ്പറ്റി ചിന്തിക്കാൻ പോലും ആർക്കും ഇഷ്ടമില്ല. സഹനം അതുകൊണ്ട് ഇല്ലെന്ന് പറയുക, അവരുറങ്ങുകയാണ്, ഒന്നും അറിയുന്നില്ലെന്ന് പറയുക, അതൊക്കെ രക്ഷപ്പെടലാണ്. ആ ജീവിതത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കണ്ട് പലരെയും അതെ മുഖം മൂടി വെച്ച് കളിപ്പിക്കുകയാണെന്ന് ഞാൻ പറയും. സത്യം മനസ്സിലാക്കാതെ കണ്ട് അതൊക്കെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും മരണം മൂലം വേർപെട്ട അവരുടെ ജീവിതം കണ്ടുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുവാൻ, ഒരിക്കൽ ഞാനും മരിക്കും, ഞാൻ അവരോടുകൂടി കൂടിച്ചേരും, ആ ബോധ്യം അവർക്ക് കൊടുക്കണമേ. നിശ്ചയമായിട്ടും ഞാൻ മരിച്ചാൽ എൻ്റെ സഭയിൽപ്പെട്ട സ്വർഗത്തിലുള്ളവരോടുകൂടെ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലുള്ളവരോട് എൻ്റെ കുടുംബത്തിലുള്ളവരോട് ഞാൻ യോജിക്കും. അതാണ് പഴയ നിയമത്തിലും വിശ്വസിച്ചിരുന്നത് കർത്താവെ. അതുകൊണ്ടാണ് എബ്രഹാം മരിച്ചപ്പോഴും മൂശ മരിച്ചപ്പോഴും ഒക്കെ പൂർവികന്മാരൊക്കെ മരിച്ചപ്പോഴും അവർ പൂർവികരോട് ചേർന്നു എന്ന് പറഞ്ഞത്. കണിശമായിട്ടും ഞങ്ങളുടെ ജീവിതം തുടരുകയാണ്. പരസ്പരം സഹായിക്കാൻ കഴിയും. അങ്ങ് പഠിപ്പിച്ച കൽപ്പന അതാണ്, പരസ്പരം സഹിക്കുക. ഏറ്റവും വലിയ സ്നേഹപ്രവർത്തനം പ്രാർത്ഥിക്കുകയാണ്. വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാപത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ പരോപകാര പ്രവൃത്തി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എൻ്റെ കഥാ ഇത് ഞങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി, അഥവാ ഈ ലോകം വിടവാങ്ങർക്ക് വേണ്ടി ചെയ്യാൻ സന്നദ്ധരാകുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഞങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റൂ കർത്താവേ. ഈ മക്കളുടെ സംശയങ്ങൾ മാറ്റും. ഹൃദയം തുറക്കൂ കർത്താവേ. അതുപോലെ അവർക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കാൻ, ആ സമ്പത്ത് അവർക്ക് നൽകുവാൻ, അവരുടെ നാമത്തിൽ ദാനധർമ്മം ചെയ്യുവാൻ. അങ്ങനെ അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് പറയാൻ സാധിക്കും, ഞാൻ നിന്നെ ഉടുപ്പിച്ചു, ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, നിനക്ക് ഞാൻ പുര വെച്ച് തന്നു, ഞാൻ നിനക്ക് ആതുര ശുശ്രൂഷ തന്നു എന്നൊക്കെ പറയുവാൻ അവർക്കിടയാകും. ഞങ്ങൾ ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് ഇതിനെപ്പറ്റി ആഴമായ ബോധ്യം കൊടുക്കൂ. കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കളും കുടുംബത്തിലുമായി ഞങ്ങൾക്ക് ഒരു രക്തബന്ധമാണുള്ളത്, വെറും ആത്മീയ ബന്ധം മാത്രമല്ല. അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധാലുവാകണമല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ കാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വേദനയോടെ പറഞ്ഞത്, എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് പോണേ, മകൻ രോഗിയായി കിടക്കുന്നു, മാനസാന്തരമില്ലാതെ കിടക്കുന്നു, അച്ഛൻ കാലുകുത്തിയാൽ മതി, അവൻ നന്നാകുമെന്ന്. അന്ന് എന്നെ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയൊരു കാലമായിരുന്നു. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. വൈകുന്നേരമായി എൻ്റെ അധികാരി പറഞ്ഞു, നാളെ രാവിലെ പോലീസിനെ കൂട്ടിവിടാം. ആ സ്ത്രീ ഒരു കടലാസിൽ എനിക്ക് അഡ്രസ്സ് എഴുതി തന്നു. ഞാൻ കൊടുത്ത കടലാസും ഞാൻ കൊടുത്ത പേനായും. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മകനെ കണ്ടു. അവൻ അത് ശ്വാസം എടുത്ത് വലിക്കുന്നു, ആസ്മയാണ്, ശരീരം മുഴുവൻ പൊട്ടി ഒഴുകുന്നു ചോര. അവന് മുഖം ഒരു ഭ്രാന്തനെ പോലിരിക്കും, തലമുടിയെല്ലാം നീട്ടി. എന്നോട് പറഞ്ഞത്, പുറത്തു പോകൂ അച്ഛ എന്നാണ്. നീ എന്തിനാണ് ഇവിടെ വന്നത്? അച്ഛന്മാർ എനിക്ക് വെറുപ്പാണ്. ഞാൻ ചോദിച്ചു, അമ്മ എന്തിയെ?
പൊട്ടി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിട്ട് 3 കൊല്ലമായി, എന്നിട്ട് അമ്മയെ നീ തിരക്കാണോ അച്ഛ, കള്ള അച്ഛ. ഞാൻ ഈ എഴുത്തവൻ്റെ കൈ കൊടുത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛ എപ്പോഴാണ് അമ്മ എഴുതി തന്നത്? ഞാൻ പറഞ്ഞു 24 മണിക്കൂർ പോലും ആയില്ല, കഴിഞ്ഞ വൈകുന്നേരമാണ് എൻ്റെ അടുക്ക പലതും ഞാൻ കൊടുത്ത പേന കൊണ്ട് ഈ എൻ്റെ കടലാസിൽ എഴുതി. അയ്യോ, ഇതെൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞു ഉണ്ട്. ആ അമ്മ സ്വർഗത്തിലായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അഥവാ ശുദ്ധ സ്ഥലത്ത് നിൻ്റെ കാര്യത്തിൽ തൽപരയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളുടെ പങ്കുവെക്കുകയും പ്രാർത്ഥനയിൽ പറയുകയാണ്. ഇതുപോലെ 100 അനുഭവങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ, ശുദ്ധിയാത്മാക്കളുടെ കൂടെ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശുവിൽ നമ്മളും ജീവിക്കുന്നു. ഈ ലോക ജീവിതം താൽക്കാലികം മാത്രം. അവിടത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ അധ്യായം 3. നമുക്ക് അവിടത്തേക്ക് തിരിയാം, നമുക്ക് അവിടുന്ന് രൂപാന്തരപ്പെടാം. നമ്മൾ സ്വന്തപ്പെട്ടൊരു അപ്രകാരം ഒരു രൂപാന്തരീകരണം പ്രാപിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മന ആ രൂപാന്തരീകരണം ആ താപോളിലെ ധ്യാനിച്ചാൽ, ഈശോ പ്രശോഭിതനായി അടുത്തും വലത്തും ഏരിയായും മൂശയിൽ നിന്നു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവർ, അവർ മരിച്ചില്ല, ജീവിക്കുകയാണ്. അവരും പ്രശോഭിതരായിരുന്നു. അതാണ് അപ്പസ്തലന്മാർ കണ്ടത്. ഇതാണ് ഞങ്ങളുടെയും ജീവിതം. മരിച്ചുപോയവരുടെയും ജീവിതം അത് തന്നെയാണ്, കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുക. ഈ ബോധ്യങ്ങൾ കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവിൽ ക്ഷമിച്ചാലും. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകനായി വരുവാൻ ഞാൻ യോഗ്യനല്ല. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകളായി വരുവാൻ ഞാൻ യോഗ്യയല്ല. തെറ്റുകളേറ്റു ചൊല്ലുന്നു നാഥ, ഒരു ദാസനായി വീണ്ടും സ്വീകരിക്കണേ. തെറ്റുകളേറ്റു ചൊല്ലുന്നു നാഥ, ഒരു ദാസിയായി വീണ്ടും സ്വീകരിക്കണേ. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകളായി വരുവാൻ ഞാൻ യോഗ്യനല്ല. ലോകസുഖങ്ങൾ തേടി പാപബന്ധാവിലൂടെ ചരിച്ചു, ലോകസുഖങ്ങൾ തേടി പാപബന്ധാവിലൂടെ ചരിച്ചു. കേണു വിളിച്ചാലും കേൾക്കാത്ത ദൂരത്തിൽ, കേണു വിളിച്ചാലും കേൾക്കാത്ത ദൂരത്തിൽ, പാപഗർത്തത്തിൽ ഞാൻ വീണലഞ്ഞു. കേണു വിളിച്ചാലും കേൾക്കാത്ത ദൂരത്തിൽ, പാപഗർത്തത്തിൽ ഞാൻ വീണലഞ്ഞു. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകനായി വരുവാൻ ഞാൻ യോഗ്യനല്ല. ഏറിയ തെറ്റുകളാലും അരുരാത്തയൻ മോഹങ്ങളാലും, ഏറിയ തെറ്റുകളാലും അറിയാത്തയൻ മോഹങ്ങളാലും, 1000 തെറ്റുകൾ ചെയ്തുവൻ ഗേഹത്തെ, 1000 തെറ്റുകൾ ചെയ്തുവൻ ഗേഹത്തെ നഷ്ടമാക്കി തീർത്ത പാപി ഞാൻ. 1000 തെറ്റുകൾ ചെയ്തുവൻ ഗേഹത്തെ നഷ്ടമാക്കി തീർത്ത പാപി ഞാൻ. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, നിൻ മകനായി വരുവാൻ ഞാൻ യോഗ്യരല്ല. നിൻ മകളായി വരുവാൻ ഞാൻ യോഗ്യയല്ല. അതേ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. മോചിച്ചാലും കർത്താവേ, നിമിഷം എൻ്റെ കരങ്ങൾ നീട്ടി ഇവ ശ്രമിക്കുന്നവരോരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.
അപ്പം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവിന്റെ ഹൃദയങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തണമേ. ഉന്നതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരുടെ കറ്റായി ഈ നിമിഷം ഇവരുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും ബന്ധുമിത്രാദികളുടെയും പാപങ്ങൾ കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്ക് കെട്ടാനും അടിക്കുവാനും ക്ഷമിക്കുവാനും ആശീർവദിക്കുവാനും സുഖപ്പെടുത്തുവാനും കൃപ ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല കർത്താവേ, മഹാപുരോഹിതനായ അങ്ങയോട് ചേർന്നുകൊണ്ട് ലോകത്തിലെ എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് അങ്ങ് നൽകിയ അധികാരം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങനെ വലിയ കരുണ, വലിയ കൃപ തുകണമേ. ഇവരെയും ഇവരുടെ കുടുംബത്തെയും രക്ഷിക്കണമേ. അത് മാത്രം ഈ നിമിഷം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മ്യൂട്ട് മാറ്റണേ അച്ഛാ. ഞാനിപ്പോൾ നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉയർത്തിക്കെത്താൻ സ്തുതിക്കാം. യേശുവേ നന്ദി. പുരോഹിതനിലൂടെ ബഹുമാനപ്പെട്ട മഞ്ഞാക്കിലച്ചൻ നമ്മുടെ തലമുറകളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ആശീർവദിച്ചു തന്ന ഈ വലിയ നന്ദി പറയാം. നമുക്ക് വലിയൊരു കൃപയാണ് ഇപ്പോൾ നമ്മുടെ മേൽ വർഷിച്ചത്. ഈശോ ഈശോ കരുണയായിരുന്നതിന് കരുണയച്ചതിന് നന്ദിയപ്പാ.